ഐ.വി. ശശിയുടെ കഴിഞ്ഞ കുറേ പടങ്ങൾ എല്ലാം ആയിലാണ്. അപ്പോൾ ഇതാ ഇവിടെ വരെ മാറ്റി നമുക്ക് അതാ അവിടെ വരെ. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ ശശിയും കൂടെ പറഞ്ഞത് ഇതാണ്. അത് കഴിഞ്ഞ് പറഞ്ഞ പപ്പന അവിടെ ഇരുന്ന് ഒരു വലിയ ജഗ് ഒരു കുട്ടി വെള്ളം എടുത്തൊരൊറ്റ അടി കഴിച്ച് ആർക്കാണ് ഇവിടെ അതാ ഇവിടെ വരെ. പിന്നെ ഞാൻ പോകുന്ന ഈ തൂവാന തമ്പിയുള്ള അച്ഛൻ ക്ഷണിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ സെറ്റ് വടക്കുന്നാഥൻ്റെ ഒരു പടിഞ്ഞാറ് നടയിനൊറ്റ വെച്ചിട്ടാണ് ഇങ്ങനെ എനിക്കൊന്നും മോഹൻലാലും പാർവതിയും ഇങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഇറങ്ങി വരുന്നത്. ആദ്യം ഞങ്ങൾ മീറ്റ് ചെയ്യുമ്പോഴും മഴ പെയ്തു. എന്താ കുട്ടിയുടെ പേര്? ക്ലാര. ക്ലാര. കാമുക മുഖങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രമാണ് സോളമൻ. അതിമനോഹരമാണ്. അതിൻ്റെ അച്ഛൻ പറയുന്ന അതേ മോഡുലേഷനിലാണ് ആ വരികൾ. എനിക്കൊന്ന് ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ ഇത് ലാലേട്ടൻ മനസ്സിലോട്ടങ്ങ് എടുക്കുന്നതായിരിക്കാം. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തുവോ നോക്കാം. ജഗതി N.K. ആചാരി പ്രോമിനൻ്റ് ആയിട്ട് ചെയ്ത ഏക പടം ദേശാടന കിളികരയാണ്. അത് അതിൻ്റെ അകത്ത് ഒരു റിട്ടയർഡ് ഒരു ആർമി ഓഫീസർ ക്യാരക്ടറുണ്ട്. എന്റെ ഫോട്ടോ എടുക്കുന്ന എല്ലാ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സും അത് തന്നെ പറയാറുണ്ട്. വീട്ടുതടങ്കലിലായിരുന്നു 4 വർഷം. നമ്മൾ പിടിച്ചു നിന്നു. അതൊക്കെയാണ് നമ്മൾ സമ്മതിച്ചു പോകുന്നത്. കാരണം നമുക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല. 4 വർഷമൊക്കെ വീട്ടിൽ ഇവിടെ പിടിച്ചിരുന്നു. മനസ്സ് മാറ്റാൻ വേണ്ടി കൽക്കട്ടയ്ക്ക് കൊണ്ടുപോകുന്നു, ജോലി കളയിച്ചിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ അമ്മൂമ്മയുടെ കത്തുകളാണ് അമ്മയ്ക്ക് ആശ്വാസം. അച്ഛൻ പോയത് പുകവലി കാരണമാണെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ആളാണ്. കാരണം അച്ഛൻ അത് മദ്യപിച്ച, ഞാൻ ഇതിൻ്റെ അത് എഴുതിയിട്ടുണ്ട്, മദ്യപിച്ച് ഞാൻ കണ്ടിട്ടില്ല. അത് ഈ മരണത്തിന് കുറച്ച് ഒരു 6 മാസം മുമ്പ് പൂർണ്ണമായിട്ടും പുകവലി നിർത്തിയിരുന്നു. പക്ഷെ അത് വീണ്ടും ഗന്ധർവൻ്റെ ഒരു സംഘർഷമായതുകൊണ്ടായിരിക്കാം വീണ്ടും വലിയിലേക്ക് പതുക്കെ പോയിരുന്നു. അപ്പോൾ അദ്ദേഹം പതുക്കെ അങ്ങ് വാർത്ത വെച്ചു. അവിടെ ഇരിക്കുന്ന റേഡിയോ 12:30 വാർത്ത, അതിലാണ് അത് ഉറച്ചു വെച്ചപ്പോൾ ഇങ്ങനെ പി പത്മരാജൻ അന്തരിച്ചു എന്ന് പറയുമ്പോൾ അത് അമ്മൂമ്മ കേട്ടുകൊണ്ടിരിക്കുന്നു. അമ്മ പറഞ്ഞു അവനും പോയല്ലേ എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. വേറെ അതിനകത്ത് ഇങ്ങനെ ഒരു പൊട്ടിക്കരച്ചിലോ ഒന്നുമില്ല. അടുത്തിടെ ഒട്ടേറെ മികച്ച കഥകളിൽ കൂടി നമുക്ക് ഏറ്റവും പ്രിയങ്കരനായി വീണ്ടും നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന അനന്തപത്മനാഭനാണ് ഇന്ന് നമ്മുടെ അതിഥി. ഏറ്റവും പ്രയാസപ്പെട്ട ആയുധം ആദ്യം ചോദിക്കുക എന്നുള്ളതുപോലെ എനിക്ക് അങ്ങയുടെ കഥകളിലെ ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ളതും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് അഭിപ്രായം പറഞ്ഞില്ല എന്ന്. എനിക്ക് അഭിപ്രായം പറയാൻ പറ്റാത്ത കഥയായിപ്പോയി. ഏറ്റവും അവസാനമായിട്ട് വന്നത് കൊരലാരം. ഇത് വാസ്തവത്തിൽ ഞാൻ എഴുതണമെന്ന് ഉദ്ദേശിച്ചതല്ല. ആ അനുഭവം അതങ്ങനെ തന്നെ നിൽക്കട്ടെ. അച്ഛനെ പറ്റി എഴുതിയ പുസ്തകത്തിലൊക്കെ അതിനെപ്പറ്റി റെഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കഥയാക്കണമെന്ന് വിചാരിച്ചിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് മുഖത്തല ശ്രീകുമാർ എന്ന് പറയുന്ന പ്രോഗ്രാം എക്സിക്യൂട്ടീവായിട്ട് ആകാശവാണിയിൽ നിന്ന് കഴിഞ്ഞ മെയ് 1 റിട്ടയർ ചെയ്ത അദ്ദേഹം എന്നെ ഒരു 3-4 മാസം അദ്ദേഹം എപ്പോഴും കഥ ചോദിക്കും. സർഗ കേരളത്തിലോ സാഹിത്യവേദിയിലോ ഒക്കെ വായിക്കാനായിട്ട് ആകാശവാണിക്ക് വേണ്ടി. ഞാൻ വളരെ അപൂർവമായിട്ടൊക്കെ കഥ കൊടുത്തിട്ടുണ്ട്. 1-2 കൊടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം ഇരിക്കുന്ന സമയത്ത്. അപ്പം അദ്ദേഹം വിളിച്ച് പറഞ്ഞു ഞാൻ ഏപ്രിൽ 31 ഇങ്ങനെ അടുത്തുകൊണ്ട് പറ്റുകയാണ്, റിട്ടയർ ചെയ്യുകയാണ്. പോകുന്നതിന് മുമ്പെങ്കിലും എനിക്കൊരു കഥ തരുമോ എന്നൊരു 3-4 മാസം മുമ്പ് ചോദിച്ചു. അപ്പം ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി മനസ്സുകൊണ്ട് വേറൊരു കഥയ്ക്ക് ഉള്ള എല്ലാ ഇതും തയ്യാറെടുപ്പും നടത്തിയിരുന്നു. അതൊരു ഞാൻ പറയുന്നില്ല, മലയാളം അങ്ങനെ ഇതുവരെ കാണാത്ത ഒരു ഫീൽഡാണ്. കഥ എങ്ങനെ വരുമെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ശ്രീകുമാരേട്ടന് അതിൻ്റെ 2 ദിവസം മുമ്പ് ഞാൻ മെസ്സേജ് ഇട്ടു, ഞാൻ കഥ തരും. പക്ഷേ എഴുതാൻ പോകുന്നത് മെയ് 1 കാരണം അന്ന് ഒരു അവധി ദിവസമാണ്. കഥ ഇത് ഇങ്ങനെ വല്ലാതെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഹോണ്ട് ചെയ്ത് തുടങ്ങി. ഇതെന്തുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ആ കഥയ്ക്ക് ഞാൻ പൂർണ്ണമായും പ്രിപ്പയർഡ് അല്ല. ഞാൻ അതിൻ്റെ ഒരു റൈപ്പനിങ് സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല എന്നെനിക്ക് തോന്നി. അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നിയത് മറ്റൊരു കഥ എഴുതാം, അതായിരിക്കും നല്ലതെന്ന് തോന്നി. അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മോള് വലിയ കുട്ടിയായി. അപ്പോൾ അത് 10ാം വയസ്സിലായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നെ വിളിച്ച് പറഞ്ഞിങ്ങനെ പരിചേട്ടൻ ഭയങ്കര കരച്ചിൽ. എന്താണെന്ന് വെച്ചാൽ മോള് വലിയ കുട്ടിയായി എന്നുള്ളത് അംഗീകരിക്കാൻ വയ്യ, ഇനി മുതൽ മാറ്റി കിടത്തുക എന്നൊക്കെ പറയുന്നത് വരുമ്പോഴത്തന്നെ പുള്ളിക്കൊന്നും പറ്റുന്നില്ല എന്നോ. അപ്പോൾ എനിക്കതൊരു വല്ലാത്തൊരു, എനിക്ക് പെൺകുട്ടികളില്ല, എനിക്ക് ആൺകുട്ടികളാണുള്ളത്. അപ്പം ഈ അച്ഛൻ മകൾ ഒരു വളരെ സവിശേഷ ബന്ധമാണ്. അത് ഏറ്റവും വിശുദ്ധമായ ബന്ധമെന്നോ മറ്റോ സുഭാഷ് ചന്ദ്രൻ ഒരിക്കൽ എഴുതിയിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. ഞാനത് കണ്ടിട്ടുണ്ട്. എൻ്റെ അച്ഛനും എൻ്റെ സിസ്റ്ററും തമ്മിലുള്ളൊരു ബന്ധം കണ്ടിട്ടുണ്ട്.
എനിക്ക് അതായിരുന്നു ട്രിഗർ എന്ന് പറയുന്നത്. അപ്പോൾ ആ കഥ പറയാൻ എൻ്റെ ഒരു അനുഭവത്തിനെ ചേർത്ത് വയ്ക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10 പേജുള്ളൊരു കഥയിൽ 5.5 പേജ് വരെ അനുഭവമാണ്, അതിന് ശേഷം വരുന്ന മുഴുവൻ ഫിക്ഷനുമാണ്. അതിൻ്റെ കഥ അവസാനിപ്പിച്ചിരിക്കുന്ന മകളും അച്ഛനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. വൈകിട്ടായപ്പോൾ ഞാൻ ശ്രീകുമാരേട്ടനെ വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഥ എഴുതി. ശ്രീകുമാരേട്ടൻ അപ്പോഴത്തേക്കും റിട്ടയർമെൻറ്റ് തലേദിവസം കഴിഞ്ഞു. പുള്ളി പറഞ്ഞ് സാരമില്ല, ഇനിയിപ്പോൾ അഥവാ ഇതാണെങ്കിൽ പോലും ഞാൻ വന്ന് റെക്കോർഡ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ധാർമ്മികത ഒരു ഉണ്ടല്ലോ, അദ്ദേഹത്തിന് വായിച്ച് കേൾപ്പിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് ഇത് കൊണ്ടുപോയി വായിച്ച് കേൾപ്പിച്ചു ആദ്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ആകാശവാണിയിൽ മാത്രം വരേണ്ടതല്ല, ഇത് ശരിക്കും മാതൃഭൂമി പോലുള്ളൊരു സ്ഥലത്ത് വരേണ്ടതാണ്. അങ്ങനെയാണ് ഇത് മാതൃഭൂമിയിലേക്ക് കൊടുക്കുന്നത്. സുഭാഷ് പണ്ടൊരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിനക്കിത് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം കഥയായിട്ട് എഴുതണമെന്ന് തോന്നുകയാണെങ്കിൽ എനിക്ക് തന്നെ തരണം എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അതുകൊണ്ട് ഞാൻ സുഭാഷിനെ അയച്ചു കൊടുത്തു. സുഭാഷ് ഉടനെ തന്നെ വലിയ കാലതാമസമില്ലാതെ 3ാമത്തെ ആഴ്ച തന്നെ ആ കഥ ഇട്ടു. ജൂണിലാണ് അത് വന്നത്. മെയ് 1 എഴുതുന്നു, എനിക്കൊന്ന് ജൂൺ 1 വീക്കിൽ അത് കഥയായിട്ട് വന്നു. ചെറിയ ഉണ്ണിയായ സ്വന്തം മകൻ അർബുദത്തെ തുടർന്ന് മരണപ്പെടുന്ന അത് അനുഭവം. പക്ഷെ ഒരു മകള് തന്നിൽ നിന്ന് മാറുന്ന മറ്റൊരനുഭവം, അത് മനസ്സിൽ നമ്മൾ ധ്യാനിച്ചാണ് അത് എഴുതുന്നത്. തീർച്ചയായിട്ടും ഇതിനിടയ്ക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു എൻഡിങ് ആണ് അതിന് വരുന്നത്. ആ കുഞ്ഞിനെ നമുക്ക് നഷ്ടപ്പെടുന്നതിൻ്റെ എല്ലാ വ്യഥയും കൊണ്ട് കണ്ണിങ്ങനെ തുളുമ്പിയിരിക്കുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു കാറ്റ് വന്ന് അതിനെ മായ്ക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അത് ശരിക്കും അത് അങ്ങനെ ഒരു മുടിക്കെട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അത് എവിടെയാണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. എന്നോട് പറഞ്ഞിരുന്നു, മോന്റെ പളനിക്ക് വെട്ടി വെച്ച് എവിടെയോ എവിടെയുണ്ട്. അത് ഞാൻ ചോദിച്ചപ്പോൾ എപ്പോഴും ഒരിക്കൽ അത് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോന്നൊക്കെ പറഞ്ഞു. കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെപ്പറ്റി ചോദിക്കരുതെന്ന്. പക്ഷെ മകന്റെ കുറിപ്പുകളിൽ എത്തിയപ്പോഴേക്ക് അനന്തപത്മനാഭൻ എന്ന നമ്മൾ അറിയുന്ന വ്യക്തിയുടെയും കൂടെ നന്നായി കയ്യൊപ്പ് വരുന്നുണ്ട്. ഇതിന്റെ എഴുത്തിനെ കുറിച്ച് ഒന്ന് പറയാം. ഈ പുസ്തകം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ്. ഈ പുസ്തകം വാസ്തവത്തിൽ ഇതും ഒട്ടും പ്രീമെഡിറ്റേറ്റഡ് അല്ല, ഞാൻ പ്രിപ്പയർഡും അല്ലായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് സുഭാഷ് വിളിച്ചിട്ട്, നിനക്ക് അച്ഛനെ പറ്റി ഒരു സീരീസ് എഴുതിക്കൂടെ, പരമ്പര. അദ്ദേഹത്തിന് പിന്നെ സുഭാഷിന് അച്ഛനെ വലിയ ഇഷ്ടമാണ് എന്ന് പലപ്പോഴും പറയുകയും എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചാൽ അത് എങ്ങനെ എഴുതാനാണ്, വാരാന്ത പതിപ്പിലാണോ? അപ്പോൾ അല്ലടാ, ഇത് ആഴ്ചപ്പതിപ്പിൽ നമുക്ക് സീരിയസ് ആയിട്ട് ചെയ്യണം, നീ ഒരു വലിയ ബുക്ക് നീ മനസ്സിൽ വിചാരിച്ചോ, ഒരു 100-300. ഞാൻ പറഞ്ഞു, എൻ്റെ കൈ വിറയ്ക്കുന്നു, നീ പറയുമ്പോൾ എളുപ്പമാണ്, പക്ഷേ എനിക്കത് വരുമെന്ന് അറിഞ്ഞുകൂടാ. നീ എഴുതിയാൽ മതി, അതൊന്നും കുഴപ്പമില്ല. അന്ന് രാവിലെ പലപ്പോഴും ഇതിൽ ഈ ഡെഡ് ലൈൻ കീപ്പ് ചെയ്യാൻ വേണ്ടി ഓഫീസിലേക്ക് പോകുന്ന ലാസ്റ്റ് മൊമെൻറ്റിലൊക്കെ എഴുതി ഇങ്ങനെ ഒരു സെക്കൻഡ് ഡ്രാഫ്റ്റ് ഉണ്ടായിട്ടില്ല, അത് നേരെ അങ്ങ് വിടുകയാണ്. അപ്പോൾ സുബിൻ എന്ന് പറഞ്ഞ മാതൃഭൂമി വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ സഹായി സുബിൻ വായിച്ചു കഴിഞ്ഞിട്ട്, ഇത് നിങ്ങൾ എപ്പോൾ എഴുതിയതാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ എഴുതിയതാണ്. പക്ഷെ അങ്ങനെ തോന്നുന്നില്ലല്ലോ, ഇത് അങ്ങനെ തോന്നുന്നില്ല, ഇത് വളരെ പ്രിപ്പയർഡായിട്ട് എഴുതിയല്ലോ. അത് ഒറ്റയടിക്ക് വന്ന എഴുത്താണ്. അതിൻ്റെ അകത്ത് വലിയൊരു പ്രീമെഡിറ്റേഷൻ ഉണ്ടായിട്ടില്ല. കാരണം ഓരോ ആഴ്ചയും ഇങ്ങനെ തുടർച്ചയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ചൊവ്വാഴ്ച കയറി അടുത്ത ചൊവ്വാഴ്ചത്തേക്കുള്ള സാധനം ചൊവ്വാഴ്ച ബുധനാഴ്ചയൊക്കെയാണെന്ന് തോന്നുന്നു ഡെഡ് ലൈൻ. അടുത്ത ചൊവ്വാഴ്ചയാണ് മാതൃഭൂമി വരുന്നത്. അപ്പോഴത്തേക്കും താവണം, അങ്ങനെയുള്ള എഴുത്തായിരുന്നു അതിൻ്റെ അകത്ത്. അല്ല, എനിക്ക് അത് മനസ്സിലാകാത്ത കാര്യം, ഇതിനകത്ത് ആദ്യം തന്നെ തുടങ്ങുന്നത് എന്തുകൊണ്ട് പുകവലിയിലേക്ക് ആകർഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാണ് ഇത് തുടക്കം. പത്മരാജനെ പറ്റിയുള്ള ഒരു മകന്റെ സ്മരണ ഇങ്ങനെ തുടങ്ങുക എന്ന് പറയുന്നത് കുറച്ച് കാരണം എനിക്ക് തോന്നിയ അച്ഛൻ പോയത് പുകവലി കാരണമാണെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ആളാണ്. കാരണം അച്ഛനൊരു മദ്യപിച്ച, ഞാൻ ഇതിൻ്റെ അത് എഴുതിയിട്ടുണ്ട്, മദ്യപിച്ച് ഞാൻ കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും അത് കമ്പനിയിലൊക്കെ മദ്യപിച്ചിരുന്നു എന്നറിയാം. പക്ഷെ അവിടെ പോലും അച്ഛൻ വളരെ ലിമിറ്റഡ് ആയിരുന്നു എന്ന് ക്യാമറ വേണിച്ചേട്ടനൊക്കെ പറഞ്ഞ്, പുള്ളി 2-3 കഴിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് വോമിറ്റിംഗ് സെൻസേഷൻ വരുമായിരുന്നു, അതുകൊണ്ട് പുള്ളി അധികം കഴിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പലരും കുപ്പിയൊക്കെ കൊണ്ടുവരും ഈ കോംപ്ലിമെൻ്റായിട്ട്. ഇപ്പോൾ ജയറാമോ അശോകൻ ചേട്ടനൊക്കെ ഇങ്ങനെ അപ്പോൾ പറയും, വീട്ടിൽ കൊണ്ടുവരും, പറയും വീട്ടിൽ കയറ്റരുത്, അങ്ങ് ഫ്ലാറ്റിൽ കൊണ്ടുപോയി. അച്ഛൻ്റെ ഒരു ഇപ്പോഴും ഉണ്ട് ആ ഫ്ലാറ്റ് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അതെ, അച്ഛൻ എഴുതുന്ന സ്ഥലം അവിടെയായിരുന്നു. അപ്പോൾ അവിടെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായിട്ടുള്ള ജോഷി മാത്യു, അദ്ദേഹമൊക്കെ തന്നെയായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. വേണിച്ചേട്ടനൊക്കെയാണ് സ്ഥിരം അവിടെ ഇരിക്കുന്നത്. അതൊക്കെ ഞങ്ങളല്ലേ കുടിച്ചു തീർത്തതെന്ന് അവർ പറയും. പപ്പേട്ടൻ വന്ന് 1-2 കഴിക്കും, അത് കഴിഞ്ഞ് പുള്ളി അങ്ങ് വേണ്ടെന്ന് പറഞ്ഞ് നിർത്തും. ഇതാണ്. പക്ഷെ ഭയങ്കര പുകവലിയായിരുന്നു അത്. വളരെ ചെറുപ്പം തൊട്ട് ആ പുകവലി തുടങ്ങുന്നതും ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഉണ്ണിമേനോനാണ് പഠിപ്പിക്കുന്നത്, നമ്മുടെ തൂവാനത്തുമ്പികളിലെ ജയകൃഷ്ണൻ. എന്നിട്ട് അദ്ദേഹം അച്ഛൻ പറഞ്ഞ് നിർത്തി. അദ്ദേഹം ആ പുകവലി നിർത്താൻ കാരണം കോളം സമുദ്രയിരിക്കുമ്പോൾ ഒരു ദിവസം ഇത് നിർത്തണം എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ നിർത്തിച്ചു. അദ്ദേഹം പുകവലി നിർത്തി, പിന്നെ തൊട്ടിട്ടില്ല. പക്ഷെ അച്ഛൻ വീണ്ടും തുടർന്നു. അച്ഛൻ അന്ന് ഒരു ഇൻസ്റ്റിങ്ക്റ്റിൻ്റെ പുറത്ത് കുറച്ച് കാലം നിർത്തിയിരുന്നു.
അത് ഈ മരണത്തിന് കുറച്ച് ഒരു 6 മാസം മുമ്പ് പൂർണ്ണമായിട്ടും പൂങ്കോലി നിർത്തിയിരുന്നു. പക്ഷെ അത് വീണ്ടും ഗന്ധർവൻ്റെ ഒരു സംഘർഷമായതുകൊണ്ടായിരിക്കാം വീണ്ടും വലിയിലേക്ക് പതുക്കെ പോയിരുന്നു. അതാണ് ഈ കഥയിലൂടെ പോകുമ്പോൾ മറ്റൊന്ന് ഏറ്റവും അസൂയയായിട്ട് തോന്നുന്നത്, ഞങ്ങളെല്ലാവരും വലിയ എന്താ പറയുക ദുർഗങ്ങൾ, വലിയ കാണാത്ത അത്രയും വലിയ താരങ്ങളൊക്കെ ഗോപി മാമൻ, അതേപോലെ തന്നെ അവരൊക്കെ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് കണ്ടവരാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഗോപിയങ്ങൾ, പാട്ടുപരീക്ഷ നെടുമുടി വേണു, ഇവരൊക്കെ തിരുവരങ്ങിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാലം അമ്മയുടെ ഡയറിയിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് KSEBയിലെ ഗോപി വന്നിരുന്നു. അപ്പോൾ അന്ന് തൊട്ടേ ഇവരൊക്കെ വീട്ടിൽ വരുന്ന സന്ദർശകരും, ഗോപാലകൃഷ്ണൻ അദ്ദേഹമൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങളുടെ വീട്ടിൽ അവർ ബന്ധുക്കളും കൂടാണ് അങ്ങനെ പറയുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് വേറിട്ട് കാണാൻ തോന്നിയിരുന്നില്ല. അക്കാലത്തൊന്നും ഇവരൊരു സിനിമയുടെ പ്രഭയിലല്ല ഇവരെയൊന്നും കണ്ടതും ഇവരുമായിട്ട് അടുത്തതും. അവരും അങ്ങനെ തന്നെയാണ് എന്നോടൊക്കെ. ഈ രണ്ടുപേരും ഗോപിയങ്ങളാണെങ്കിലും, ഗോപിയങ്ങളുടെ മകൻ എൻ്റെ കൂടെ പഠിച്ചതാണ്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകും, അങ്ങോട്ടും ഇങ്ങോട്ടും വരും, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പം ആദ്യം ഡിസൈൻ ചെയ്ത് 25 വർഷം മുമ്പ് ഡിസൈൻ ചെയ്തത് മുരളിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത് ഇറക്കുമെന്ന് പറഞ്ഞപ്പം ഇങ്ങോട്ട് വോളണ്ടറി ചെയ്തു, ഞാൻ തന്നെ ചെയ്തു തരാടാ ഡിസൈൻ. അതും എമ്പുരാൻ്റെയൊക്കെ തിരക്കുകൾ നിൽക്കുന്ന സമയത്താണ്. അതിൻ്റെ സെറ്റിലിരുന്നിട്ടൊക്കെയാണ് ഇതിൻ്റെ കറക്ഷൻസും കാര്യങ്ങളും ഗ്രാഫിക്സ് ഡിസൈനേഴ്സിന് പറഞ്ഞു കൊടുത്തത്. അതൊക്കെ ഒന്നിനും അല്ല, അത് സ്നേഹവും സൗഹൃദവും കൊണ്ട് മാത്രം ചെയ്യുന്നതാണ്, അല്ലാതെ ഇതിൻ്റെ അകത്ത് വേറെ ഗ്ലാമറിനോ ഒന്നുമല്ല. അതിനപ്പുറം പത്മരാജൻ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ മരിച്ചപ്പോൾ ഇതുപോലെ തന്നെ ബ്ലണ്ട് ആയിട്ട് വന്ന് പറഞ്ഞ ഒരു അനുഭവം ഇതിലേക്ക്. അതിങ്ങനെ അച്ഛൻ്റെ നേരെ മൂത്തല്ല, രണ്ടാമത്തെ ജ്യേഷ്ഠൻ ക്യാപ്റ്റൻ പത്മാക്ഷൻ, അദ്ദേഹം അസലായിട്ട് എഴുതുമായിരുന്നു. അച്ഛൻ്റെ ഒരു ഭയങ്കര ആരാധനാപുരുഷനായിരുന്നു. അപ്പോൾ അദ്ദേഹം 40ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. അത് വളരെ ആരോഗ്യതിടകാത്രനായ മനുഷ്യൻ. അന്നെന്തോ നെഞ്ചുവേദന വരുന്നു. അന്ന് ഞങ്ങളുടെ വീട്ടിനടുത്ത് പൂജപ്പുര തന്നെയാണ് താമസിക്കുന്നത്. സ്കൂട്ടർ എടുത്ത് അദ്ദേഹം മിലിറ്ററി ഹോസ്പിറ്റലിൽ അദ്ദേഹം വൈഫും കൂടെ പോകുന്നു. അവിടെ ചെന്ന് കയറി ഇന്ന് വിസിയമ്മയാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ ഏതൊരു അപ്പോൾ ഇന്ന് കോളായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് കയറിപ്പോയ മനുഷ്യൻ അപ്പം മരിക്കുകയാണ് അവിടെ. അപ്പോൾ ഭാര്യ പോലും അറിഞ്ഞിട്ടില്ല. കാരണം ഇദ്ദേഹം മരിക്കുമെന്ന് ആരും വിചാരിക്കുന്നില്ല, ചിരിച്ചുകൊണ്ട് കയറിപ്പോവാണ്. അപ്പോൾ അച്ഛന് അതിരാവിലെ ഒരു മോർണിംഗ് ഡ്യൂട്ടി AARൻ്റെ വണ്ടി വരും വിളിക്കാൻ വേണ്ടി, മോർണിംഗ് ഡ്യൂട്ടി. അപ്പം അതായിരിക്കും എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ പോലും ഇതാണ് പട്ടാള ജീപ്പാണ്. അപ്പോൾ എന്തു പറ്റി? അപ്പം ഒന്നും പറയുന്നില്ല. അച്ഛനെ വിളിച്ചുകൊണ്ട് പോകുന്നു. അവിടെ ചെന്ന് കയറി അച്ഛനെ പടി കയറി പോകുമ്പോഴത്തേക്കും ഒരു ഓഫീസർ ഇറങ്ങി വന്നു. ഹിസ് ബ്രദർ ചോദിക്കും. യെസ്, അവർ കണ്ടോളൻസസ്, ഈസ് നോ മോർ എന്നുള്ളതാണ് അതിൻ്റെ. അത് പറയുന്നില്ല, അവർ കണ്ടോളൻസസ്. അത് വല്ലാതെ, അതാണ് ആ സിനിമയിലെ ആ ഡയലോഗ്. ഹിസ് സിസ്റ്റർ അവർ കണ്ടോളൻസസ്. ആലീസിൻ്റെ അടുത്തൊരു അതിനെ ഡബ് ചെയ്തിരിക്കുന്ന അച്ഛൻ തന്നെയാണ്. ആ മിലിറ്ററി ഓഫീസറിനെ ഡബ് ചെയ്തിരിക്കുന്നത് അച്ഛൻ തന്നെയാണ്. Hey sister. Yes. Our condolences. പ്രോമിനന്റ് ക്യാരക്ടേഴ്സിനെ ഡബ് ചെയ്തിട്ടുണ്ട്. ഫയൽ വാൻ അച്ഛനാണ്. അതുപോലെ നവംബർ നക്ഷത്രത്തിലെ പ്രതാപത്തിന്റെ വോയിസ് അച്ഛൻ്റെയാണ്. സിസ്റ്ററിന് എന്തോ പ്രോബ്ലംസ് ഉണ്ടല്ലേ? ഐ റിമെമ്പർ ഹാവിംഗ് സീൻ ഹർ അറ്റ് ദി ഹോസ്പിറ്റൽ. അന്ന് അവിടെ നിന്നെല്ലാം ശരിയല്ലേ പോയത്? അപരനിലെ അപരൻ ഒരുപാടെണ്ണമുണ്ട്. കരിയിലക്കാറ്റ് പോലെയിലെ മഠാധിപതി, ആ ഒരു പ്രീസ്റ്റ് ഉണ്ടല്ലോ മോഹൻലാൽ, അതിപ്പോൾ കാണുമ്പോൾ അറിയാം അതിൻ്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു മോഡുലേഷനാണ് അതിൻ്റെ. ഭഗിനി സേവാമയി, അങ്ങനെ അവരെ പറ്റി പരാമർശിക്കാൻ പാടുള്ളൂ. ഉണ്ട്, പക്ഷേ അവരിപ്പോൾ പാർവതിയല്ല, ഭഗിനി സേവാമയി. അങ്ങനെ അവരെ പറ്റി പരാമർശിക്കാൻ പാടുള്ളൂ. അവസാനം ഗന്ധർവല്ല ആ ഒരു വരി മാത്രം. അത് എന്തിനാണ് ആ ഒരു വരി മാത്രം? മറ്റത് വേറെ ആളെ കൊണ്ട് പറയുകയും ചെയ്തു. ഈ ഭൂമുഖത്തെ പൂക്കളും ഈ ഭൂമിയുടെ തേനും മാത്രം നുകർന്നു കഴിയാൻ അനുമതി കിട്ടിയ അരൂപിയായ ഒരു വർണ്ണശലഭം ഞാൻ, ഗന്ധർവൻ. പക്ഷെ ഈ ഒരു വോയിസ് മാത്രം, അതെന്തോ ഒരു പ്രമോണിഷൻ പോലെയോ എന്തോ, അത് മാത്രം അച്ഛനാണ് പറഞ്ഞിരിക്കുന്നത്. ചിത്തിര എന്നുള്ള പുള്ളിയുടെ അനുഭവം നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല. ചിത്തിര പണിക്കർ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ, അത് മാത്രം ഒന്ന് പറയുമോ? അച്ഛൻ ഈ സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് വളരെ സിൻസിയറായിരുന്നു. പുള്ളി എല്ലാ ബന്ധങ്ങളിലും അങ്ങേയറ്റം സിൻസിയറാണ്. അതിൻ്റെ അകത്തൊരു കലർപ്പില്ലായിരുന്നു. പൊതുവിൽ കലാകാരന്മാരുടെ കാര്യം സ്നേഹം ഉണ്ടാവും, കരുതൽ കുറവായിരിക്കും. അതാണ് ഒരു 99% അങ്ങനെയാണ്. കുടുംബമായിട്ട് വലിയ അടുപ്പമൊക്കെ കാര്യങ്ങളൊക്കെ കാണും, പക്ഷേ ഇവരോടുള്ള റെസ്പോൺസിബിലിറ്റി, പക്ഷേ ഇത് രണ്ടും ഒരുപോലെ കൊണ്ടുപോയ ഒരാളായിരുന്നു. ഈ റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങളിലും അച്ഛൻ കാണിച്ചിരുന്നു. അച്ഛൻ്റെ കൂടെ മുതുകുളം ഹൈസ്കൂളിൽ വളരെ കുഞ്ഞു പ്രായത്തിൽ പഠിച്ചിരുന്ന ആളാണ് ചിത്തിര പണിക്കർ. അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും വളരെ നേരത്തെ മരിച്ചുപോയി. ശരിക്കും അദ്ദേഹം കരുനാപ്പള്ളി തഴവക്കാരനായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ അമ്മാവൻ്റെ വീട് മുതുകുളത്തായിരുന്നുകൊണ്ട് ഇവർ ഒരുമിച്ചായിരുന്നു.
അപ്പോൾ ഇത് വർഷങ്ങൾക്ക് ശേഷം അന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇവർ വളരെ ക്ലോസ് ആയിരുന്നു. അത് കഴിഞ്ഞ് അച്ഛന് കോളേജ് വിദ്യാഭ്യാസമായിട്ട് തിരുവനന്തപുരത്ത് പോയി. അത് കഴിഞ്ഞ ഉടനെ ജോലിയായി. 6 മാസത്തെ ഗ്യാപ്പിൽ ആകാശവാണി കയറി. അപ്പോൾ ആകാശവാണി തൃശ്ശൂരിൽ നിന്ന് ട്രാൻസ്ഫറായിട്ട് തിരുവനന്തപുരത്തേക്ക് വരുന്ന ആ സമയത്തോ മറ്റോ ആണ് കൊല്ലം ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഇദ്ദേഹം അപ്പോഴത്തേക്കും KSRTC ഡ്രൈവറായിട്ട് കയറി. അപ്പോഴാണ് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നപ്പോൾ പെട്ടെന്ന് ചോദിച്ചിട്ട് ചിത്രയല്ലയോടാ ചോദിക്കും. രാജനാടാ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് വർഷങ്ങൾക്ക് ശേഷം. അപ്പം ഉടനെ പുള്ളി പറഞ്ഞു, നീ എവിടെയാണ് പറഞ്ഞു, ഇങ്ങനെ റേഡിയോയിലാണ്. അപ്പോൾ റേഡിയോ ഒന്നൊരു വലിയ അത്ഭുതം. നിന്റെ ശബ്ദം അതിൽ കൂടെ ഒക്കെ കേൾക്കുമോ? പുള്ളി തന്നെ പറയും. ഞാൻ പറയും, കേൾപ്പിച്ചാൽ നീ മറ്റേ വാർത്ത ഇന്ന സമയത്ത് കേൾക്കുക, എൻ്റെ ശബ്ദം കേൾക്കാം. അങ്ങനെ അവർ തമ്മിലുള്ളൊരു അടുപ്പം അവസാന കാലം വരെയും അത് കീപ്പ് ചെയ്തിരുന്നു. അദ്ദേഹം അവസാനപ്പോഴത്തേക്ക് KSRTC കണ്ടക്ടറും പിന്നെ അതിനേക്കാളും മുകളിലുള്ള ലെവലിൽ ആയിട്ടാണ് റിട്ടയർ ചെയ്യുന്നത്. ഇപ്പോഴും ആ സൗഹൃദം അത് ഞങ്ങളുടെ കുടുംബവുമായിട്ട്. അപ്പോൾ അത് ഒരു ജോലിയിലുള്ള വലിപ്പച്ചെറുപ്പമൊന്നും അല്ല. അച്ഛനെ ഏറ്റവും സാധാരണക്കാരൻ, സാഹിത്യകാരനാവണമെന്നില്ല, സിനിമാക്കാരനാവണമെന്നില്ല. അല്ല, അച്ഛൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിന് ഒരു നിമിത്തം പോലെ തോന്നി എന്നൊരു, അതായത് ഒരു അച്ഛന് കോയമ്പത്തൂർ ആദ്യം ലാലേട്ടൻ സുഖമില്ലാതെ കിടന്ന സമയത്ത്, കോയമ്പത്തൂർ ആര്യവൈദ്യശാലയിൽ ഉഴിച്ചിലുമായിട്ട് കിടക്കുന്ന സമയത്ത്, ഞങ്ങളന്ന് ചിറ്റൂരുണ്ട്, പാലക്കാട് എന്തോ ഒരു അവധി സമയത്ത് ഞങ്ങളവിടെ ഉണ്ട്. അപ്പോൾ അച്ഛനന്ന് മദ്രാസിൽ നിന്ന് വന്നപ്പം മുണ്ടുമൊക്കെ ആയിട്ടാണ് വരുന്നത്, വലിയൊരു കസവും മുണ്ടുമൊക്കെ ആയിട്ടാണ്. അപ്പോൾ ലാലിനെ കാണാൻ പോകണം. അവിടുന്ന് പാലക്കാട് നിന്ന് അടുത്താണല്ലോ കോയമ്പത്തൂർ. അപ്പോൾ ഇത് പുള്ളിക്ക് ഇത് കൊടുക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഞങ്ങളത് അന്ന് അവിടെ പോന്നു. അന്ന് അവിടെ പോയപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഇങ്ങനെ ഈ മുണ്ട് കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ അമ്മയുടെ അമ്മൂമ്മ പറയുന്നു, സുഖമില്ലാതെ കിടക്കുന്ന ആളുകൾക്ക് അങ്ങനെ കൊടുക്കരുത്, കോടി കൊടുക്കരുത്. അപ്പോൾ അദ്ദേഹത്തിന് അന്നത് കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ലാലേട്ടൻ ചെയ്യും, ഞാൻ വെറും കൈയോടെയാണോ അപ്പോൾ എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ, അങ്ങനെയാണ് ചോദിക്കും. അപ്പോൾ അച്ഛൻ ആ പാടങ്ങ് വല്ലാതായി. മറ്റേത് പറയാനും പറ്റില്ലല്ലോ, ഈ മുണ്ട് കൊണ്ടുവന്നിരുന്നു പക്ഷെ കൊടുക്കാൻ പാടില്ല. പിന്നെ അത് തമാശയായിട്ട് അങ്ങ് ആ മുണ്ട് തിരിച്ച് തിരുവനന്തപുരത്തോട്ട് പോകുന്ന വഴി താഴവേലിറങ്ങി ഇദ്ദേഹത്തിന് സമ്മാനിച്ചു. അതൊരു നല്ല വളരെ വലിയ കസവൊക്കെ ഉള്ളൊരു മുണ്ടായിരുന്നു. അത് അദ്ദേഹം ജനുവരി 23-നോ 24-ന് ആ മുണ്ട്, അന്ന് അദ്ദേഹത്തിന് ഒരു ഓഫ് ഡേ ആയിരുന്നു. വൈഫ് ടീച്ചർ അവർ പഠിപ്പിക്കാൻ പോയിരുന്നു. അന്ന് ഇദ്ദേഹം തന്നെ നനച്ച് ഇത് ഉണങ്ങാനിട്ടപ്പോൾ അതിൻ്റെ ഈ അശയിൽ എന്തോ ഒരു കമ്പി എന്തോ കയറി കണ്ടു, അതിൻ്റെ കസവിൻ്റെ മൂല ഇങ്ങനെ കീറി. അപ്പോൾ ഇതെന്തോ ഇത് മുണ്ട് കീറുന്ന ഒരു അശുഭ ലക്ഷണമാണല്ലോ എന്ന് പറയുമ്പോൾ ഒരാൾ വന്ന് പറയാണ് പത്മരാജൻ മരിച്ചു. അത് രാഷ്ട്രീയക്കാരൻ അദ്ദേഹമായിരിക്കും എന്ന് ഇദ്ദേഹത്തിൻ്റെ മനസ്സിലേക്കേ പോകുന്നില്ല. അത് രാഷ്ട്രീയക്കാർ അദ്ദേഹമല്ലേ, പ്രായമൊക്കെ ആയി വരികയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഇത് അങ്ങനല്ല, ഇത് ഇന്ന ആളാന്ന് പറഞ്ഞ പുള്ളി ഒരു വലിയ മുഴുത്ത ചീത്ത പറഞ്ഞു എന്നാണ് പറയുന്നത് ഇദ്ദേഹത്തിന്. കാരണം പുള്ളി സഹിക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഒരു നിമിത്തം, ആ നിമിത്തം ഞങ്ങൾക്കെല്ലാം തോന്നിയിട്ടുണ്ട്. എൻ്റെ സിസ്റ്റർ ഈ പറഞ്ഞ പോലെ അച്ഛൻ മരിച്ചു എന്ന് ആ വാർത്ത അറിയിക്കാൻ വേണ്ടി MG രാധാകൃഷ്ണനും പ്രൊഡക്ഷനിൽ അന്ന് വർക്ക് ചെയ്തിരുന്ന അപ്പി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വേറൊരു രാധാകൃഷ്ണൻ ചേട്ടനുണ്ട്, ചലച്ചിത്ര നിർമ്മാതാവൊക്കെ, സുരേഷ് ഏട്ടൻ്റെയൊക്കെ സുഹൃത്ത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ എന്നെയും കൊണ്ടാണ്. അപ്പോൾ എനിക്കറിയില്ല, മരിച്ച കാര്യം പറഞ്ഞിട്ടില്ല. ഒന്ന് വീട് വരെ പോകണം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട്, ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു. യുവാനിസിൽ ചെന്ന് കയറുമ്പോൾ അവിടെ മാധു ഈ കവിത പിന്നെ ആത്മാവിലൊരു ചിത പാടി ഇറങ്ങിയതേ. അപ്പോൾ ഇവർ നേരെ ഒന്ന് ഓണക്കൂർ സാറിൻ്റെ അടുത്ത് ചെന്നിട്ടാണ് ഇവർ പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ അത് ആ സമയത്ത് അച്ഛൻ്റെ മരണമുള്ളൊരു കവിത, വയലാറിൻ്റെ കവിത ഇങ്ങനെ, അതൊരു വേറൊരു നിമിത്തം എനിക്ക് തോന്നിയിരുന്നു. എന്തോ ഒരു ആവൽ ഇത് തോന്നിയിരുന്നു. അത് പലർക്കും ഇങ്ങനെ എന്തോ ഒരു സോഴ്സ് നമ്മളെ ഇങ്ങനെ അറിയിക്കുന്നു, ഇങ്ങനെ എന്തോ ഒരു പക്ഷേ തോന്നലായിരിക്കാം, പക്ഷെ ഒരു 6th സെൻസ് പോലെ നമുക്കൊക്കെ തോന്നിയിരുന്നു എന്നുള്ളതൊരു വലിയ അത്ഭുതമായിട്ട് തോന്നാറുണ്ട്. പക്ഷെ നിങ്ങളെല്ലാവരും എഴുതിയ കഥകളിൽ ഇതുപോലെ ഞെട്ടിക്കുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ വായനക്കാർ പെട്ടെന്ന് ഇപ്പം അവിടെ എന്താ സംഭവിച്ചതെന്ന് ആലോചിക്കുമ്പോൾ അതിനേക്കാൾ ഞെട്ടലാണ് ഇതിനകത്ത് ഞവരക്കൽ ദേവകിയമ്മ ഈ വാർത്ത അറിയുന്ന ഒരു, അത് വളരെയധികം നമുക്ക്, ഞാൻ ഈ പുസ്തകം എത്ര തവണ വായിച്ചിട്ടുണ്ടോ അത്രയും തവണ അവിടെ വരുമ്പോൾ ഒരു നീറ്റലാണ്. ഒരമ്മ വിവരം അറിഞ്ഞിട്ട് അമ്മൂമ്മയുടെ ജ്യേഷ്ഠൻ്റെ മകൻ മാധവൻപിള്ള സാറ് ഇവരുടെ രാവിലെ അല്ലേ ഈ വാർത്ത പെട്ടെന്ന് എല്ലാവരും ഉച്ചയ്ക്കുള്ള രാവിലെ ഒരു 11 മണിയോടുകൂടിയൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഉച്ചയ്ക്കാണ് വാർത്ത. അതെ. അപ്പം മാധവൻപിള്ള വലിയച്ഛൻ ഇത് അറിഞ്ഞു. അച്ഛൻ്റെ കസിനാണ്, അച്ഛൻ്റെ അമ്മാവൻ്റെ മോനാണ് അദ്ദേഹം. അപ്പം നേരെ ഇത് അറിയിക്കണമല്ലോ. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അപ്പച്ചിയാണ്.
ഒന്നും പറയുന്നില്ല. അപ്പോൾ അദ്ദേഹം അവിടെ വന്നിട്ട് ഇവിടെ ഇരിപ്പുണ്ട്, പറയാൻ ഇദ്ദേഹത്തിന് മടി. അപ്പോൾ അദ്ദേഹം പതുക്കെ അങ്ങ് വാർത്ത വെച്ചു. അവിടെ ഇരിക്കുന്നതിന് റേഡിയോ 12:30 വാർത്ത, അതിലാണ് അത് ഉറച്ചു വെച്ചപ്പോൾ ഇങ്ങനെ പി പത്മരാജൻ അന്തരിച്ചു എന്ന് പറയുമ്പം അത് അമ്മൂമ്മ കേട്ടോണ്ടിരിക്കുന്നത്. അമ്മ പറഞ്ഞു, ആ അവനും പോയല്ലേ എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ, വേറെ അതിനകത്ത് ഇങ്ങനെ ഒരു പൊട്ടിക്കരച്ചിലോ ഒന്നുമില്ല. അങ്ങനെയാണത് ആ വാർത്ത സ്വീകരിക്കുന്നത്. അത് ഒരു വേറെ തരം ഡ്രമാറ്റിക് മൊമെൻ്റാണ്, ഡ്രാമ ഇല്ലാത്ത ഒരു ഡ്രമാറ്റിക് മൊമെൻ്റാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇത്തരം ഭീകരാവസ്ഥകൾ ഏറ്റുവാങ്ങിയ ഒരു അമ്മയും കൂടെയാണ് ഈ ഞവരക്കൽ. പക്ഷേ ഈ പുസ്തകത്തിൽ മറ്റു പലപ്പോഴും നമുക്ക് ഭയങ്കര തമാശ തോന്നുന്ന ഭയങ്കര ജീവിതത്തെ വളരെ ലൈറ്റായിട്ട് എടുത്തിരുന്ന ഒരാളാണ്. ഒരു കഥ, ഭയങ്കര രസമുള്ളൊരു കഥയുണ്ട്. ഈ വർഷങ്ങൾക്ക് മുമ്പ് ഞവരയ്ക്ക് കൃഷ്ണപിള്ള മാമൻ, അതായത് അമ്മുമ്മയുടെ വല്യമ്മാവൻ, അമ്മുമ്മയുടെ അമ്മയുടെ അമ്മാവനാണ് അദ്ദേഹം. വെള്ളക്കുതിരയൊക്കെ ഉണ്ടായിരുന്ന ആളാണെന്നാണ് പറയുന്നത്. ഈ കായംകുളം കൊച്ചുണ്ണിയുടെ കഥയിലൊക്കെ അദ്ദേഹം വരുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം ഭയങ്കര ഒരു അഭ്യാസിയായിരുന്നു. അപ്പോൾ എപ്പോഴും ഒരിക്കൽ ഒരു കടൽ യാത്ര പോയപ്പോൾ ഞവരയ്ക്ക് കൃഷ്ണപിള്ള മാമൻ പോയപ്പം കടലിൽ നിന്ന് ഒരാളെ കിട്ടി, കടൽ മനുഷ്യൻ. കടൽ മനുഷ്യൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്, അങ്ങനെ ഉണ്ട് പറയുന്ന, അങ്ങനെ ഒരാളുണ്ട്. അപ്പോൾ അത് വേറെ എന്തെങ്കിലും നീർനായ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അല്ലല്ല, ഇയാൾ സംസാരിക്കും, ഒറ്റ വാക്കേ പറയത്തുള്ളൂ, കടലിന് തീ പിടിച്ചേന്ന്. അപ്പോൾ മനുഷ്യനാണ്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തു, അത് വല പിടിച്ചിങ്ങ് കൊണ്ടുവന്നു. പൂർണ്ണ നഗ്നനാണ്, ഒന്നുമില്ല അദ്ദേഹത്ത്. എന്നിട്ട് നേരെ കൊണ്ടുവന്ന് ഇവിടുത്തെ ഞവരൊക്കെ കുളത്തിൽ കൊണ്ടിട്ടു. എന്നിട്ട് എന്ത് പറ്റി? അത് ഈ വെള്ളം മാറിയോണ്ടായിരിക്കും പുള്ളിക്ക് പനിയടിച്ചു. കടൽ മനുഷ്യന് പെട്ടെന്ന് പനി വന്നു. പിന്നെ എന്തോ ചെയ്യാനാ, അപ്പോൾ തിരിച്ചതുപോലെ വള്ളത്തിൽ കയറ്റി കൊണ്ട് കടലിൽ വിട്ടു, അയാൾ നീന്തി അങ്ങ് പോയെന്ന്. ഇത് പറയുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ വിശ്വസിച്ചിരിക്കുകയാണ്. ഇത് ഭയങ്കര ഒരു മുഖഭാവം ഇല്ലാതെ, ഒന്നുമില്ലാതെ ഭയങ്കര ആ കഥയുടെ ഒരു ഇതിലങ്ങ് പറയുകയാണ്. ഈ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ അച്ഛൻ ചിരിക്കുന്നൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഞാൻ ചിലപ്പോൾ കാണുമായിരിക്കോടാ. അപ്പം ഈ കഥ പറച്ചിലിൻ്റെ ഒരു മാന്ത്രികതയാണ് അച്ഛൻ്റെ എഴുത്തിൽ പൊതുവിൽ ഞാൻ കണ്ടിട്ടുള്ളത്. ഈ പ്രത്യേകിച്ച് ഫാൻറ്റസി, ശവാനങ്ങളും തേടിയും കുഞ്ഞും പ്രതിമീ രാജകുമാരിയൊക്കെ എഴുതുമ്പോഴുള്ള അതിൻ്റെ ഒരു മാജിക് എലിമെൻ്റ് ഉണ്ട്. അത് ഇതിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഈ രാത്രി പുറത്തിറങ്ങാതിരിക്കാൻ പറയുന്നതായിരിക്കും. ഇവിടുന്ന് മറ്റേ ജീവിത ഇങ്ങനെ പോകും, ഇതിന് മുകളിൽ കൂടെ എന്തോ പറയും, ഒരു ദേവീദേവന്മാർ വെട്ടിക്കുളങ്ങരയും പാണ്ഡുർകാവ് വരെ ഇങ്ങനെ പോകുന്ന രഥത്തിൽ പോകും. ഇതിന് പുറത്തിറങ്ങരുത്, ആ സമയത്ത് കണ്ടു കഴിഞ്ഞാൽ വലിയ ദോഷമാണ്. എനിക്കൊന്ന് കുട്ടികൾ പുറത്തിറങ്ങാതിരിക്കാൻ പറയുന്നൊരു കഥയായിരിക്കാം. പക്ഷേ കുറേയൊക്കെ അമ്മൂമ്മ അത് വിശ്വസിച്ച് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും അങ്ങനൊരു ലോകം അമ്മൂമ്മയ്ക്ക് ഉണ്ടായിരുന്നു. ഈ ഒരു പാരാനോർമൽ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു എക്സിസ്റ്റൻസ് ഉണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെ സ്വപ്നം കണ്ട കഥയൊക്കെ പറയും, ചില ദേവിമാർ വന്ന് കഥ പറഞ്ഞ്. അപ്പം ഈ വളരെ ചെറുപ്പത്തിലെ ഈ സംസ്കൃതം മുഴുവൻ പഠിച്ചതാണ്, വിദുഷിയായിരുന്നു, നന്നായിട്ട് ഫിഡില് വായിക്കുമായിരുന്നു. അപ്പോൾ ഭയങ്കര ഒരു കൽപ്പനയുടെ ലോകം, ഇങ്ങനെ ഒരു ഫാൻറ്റസി ഒരു എയർ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അതായിരിക്കാം ഈ നറേറ്റീവ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഈ കഥ ഇങ്ങനെ പറയുന്ന കഥ പറച്ചിൽ എന്ന് പറയുന്ന അതിൻ്റെ ഒരു താളം ഇവർക്കെല്ലാം കിട്ടിയത് അമ്മൂമ്മയുടെ ആ ഒരു സ്റ്റൈലിൽ നിന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് മകന് 20 വയസ്സ്, മകൻ പ്രണയിക്കുന്ന പെൺകുട്ടിക്ക് 2 വയസ്സ് കൂടുതൽ, ആ കാലമാണ് 21.5 വയസ്സ് എന്തായാലും. അപ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ശക്തമായിട്ട് ഇത് നടപടിയാവില്ല എന്ന് പെൺകുട്ടിയെ ഓൾമോസ്റ്റ് തടങ്കലി വെച്ചിരിക്കുമ്പോൾ ഈ ഞവരക്കൽ ദേവകി അമ്മ ഈ പ്രതാപികളായ മാമന്മാർക്ക് എഴുതിയൊരു കത്ത് ഇതിൽ ചേർത്തിട്ടുണ്ട്. എത്ര മനോഹരമായിട്ടും എത്ര ക്ലാരിറ്റിയോടെയാണ് എഴുതുന്നത്. ഈ കുട്ടികൾക്ക് ഇപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നും, എൻ്റെ മകൻ മൂലം നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് എത്ര സമചിത്തതയോടെയാണ് അമ്മൂമ്മ അതേ അമ്മൂമ്മ തന്നെ അമ്മയ്ക്ക് എഴുതുകയും ചെയ്തു, നീ പേടിക്കേണ്ട, അവൻ വന്ന് കൊണ്ടുപോയിക്കോളൂ, കുറച്ച് കാത്തിരുന്ന. അതെ, അതായത് വീട്ടുതടങ്കലിലായിരുന്നു 4 വർഷം, നമ്മൾ പിടിച്ചു നിന്നു. അതൊക്കെയാണ് നമ്മൾ സമ്മതിച്ചു പോകുന്നത്. കാരണം നമുക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല, 4 വർഷമൊക്കെ വീട്ടിൽ ഇവിടെ പിടിച്ചിടുന്നു, മനസ്സ് മാറ്റാൻ വേണ്ടി കൽക്കട്ടയ്ക്ക് കൊണ്ടുപോകുന്നു, ജോലി കളയിച്ചിരിക്കുന്നു, ഇതിനിടയ്ക്ക് 2 ആത്മഹത്യാ ശ്രമങ്ങൾ, ഇതൊക്കെ നടക്കുന്നുണ്ട്. വലിയ കലാപരിപാടികളാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ അമ്മൂമ്മയുടെ കത്തുകളാണ് അമ്മയ്ക്ക് ആശ്വാസം. അത് നേരിട്ടല്ല, അമ്മയുടെ ഒരു കസിൻ ബ്രദർ, ഒരു മോഹൻ മേനോൻ, ഒരു അനിയനുണ്ട്, അദ്ദേഹം കൊണ്ട് കൊടുക്കും. ഈ മോഹൻ മേനോൻ അദ്ദേഹത്തിന് മലയാളം വായിക്കാൻ അറിഞ്ഞൂടാ, അദ്ദേഹം കൽക്കട്ടയിൽ പഠിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹം സേഫാണ്, അപ്പോൾ എന്ത് വേണേൽ എഴുതാം. അങ്ങനെ ആയിരുന്നു ഈ കത്തുകൾ ആദ്യം വന്നിരുന്നത്. പിന്നെ ഒരു 2-3 വർഷം കഴിഞ്ഞപ്പം സ്വജാതിയും ഒക്കെ ആണെങ്കിലും പൊതുവെ തെക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്കോട്ട് ഇപ്പോൾ പോലും പലർക്കും വലിയ ബുദ്ധിമുട്ടാണ്.
എറണാകുളം വിട്ടു കഴിഞ്ഞാൽ അതായിരുന്നു എൻ്റെ ഒരു മേജർ പ്രശ്നം. തിരുവിതാംകൂറുകാരനാണ്, വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് എന്നുള്ള. പിന്നെ ഇപ്പോൾ ഈ പ്രായത്തിൻ്റെ പ്രശ്നം, കൊച്ചുപയ്യനാണെന്നൊക്കെയുള്ള. വാസവതി അമ്മ പറയുന്നത് അന്നത് ഞങ്ങൾ തമ്മിൽ പ്രണയമൊന്നും ഇല്ലായിരുന്നു. ഇവർ ജോലി രാജിവെച്ചപ്പോൾ വാശിയായി, എന്നാൽ പിന്നെ പ്രേമിച്ചോളാം നീ തീരുമാനിക്കാൻ. മറ്റേത് നല്ല ഫ്രണ്ട്ഷിപ്പ് മാത്രമായിരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ എല്ലാവരും എഴുതിയ പ്രണയകഥകളെക്കാളും സത്യത്തിൽ എഴുതേണ്ട ഒരു കഥ തന്നെയാണ്. കാരണം അന്ന് അത് ചേച്ചി എഴുതിയൊരു ഓർമ്മക്കുറിപ്പിനകത്ത് പറയുന്നുണ്ട്, 1 വർഷത്തിൽ കൂടുതൽ ഒരു ഹെയർ സ്റ്റൈല് പത്മരാജൻ സ്വീകരിക്കില്ലായിരുന്നു, അപ്പോൾ അത് കളയും. പിന്നെ അങ്ങനെ എല്ലാം പുതുമയിലേക്ക് മാത്രം. ഞാൻ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരാളെയും പ്രതീക്ഷിച്ച് ഈ 4 വർഷം എങ്ങനെ ഇരുന്നെന്ന്. അപ്പോൾ എന്നെ തിരിച്ചൊരു നോട്ടം നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥമാണ് സത്യം പറഞ്ഞാൽ പ്രണയത്തെക്കുറിച്ച് വലിയ വിവരമൊന്നും ഇല്ല അല്ലേ എന്ന് എന്നോട് ചോദിക്കുന്ന പോലെ തോന്നി. അതൊരു വല്ലാത്ത അവസ്ഥയിലാണത്. നാട്ടുകാർ മുഴുവൻ അറിയുന്നു ഈ പെൺകുട്ടിയുടെ പണി കളഞ്ഞത് മുഴുവൻ ഇതുകൊണ്ടാണ്. ഇനി ഒരു വിവാഹം വരുമോ ഒന്നും അറിയില്ല. വിവാഹ ആലോചനകൾ വന്നിട്ടുണ്ട്, ഒരുപാട് ആലോചന. ഒരു ക്യാപ്റ്റൻ്റെ ആലോചന വന്നത് അത് അതുപോലെ അച്ഛൻ നക്ഷത്രങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയപ്പം സിഗരറ്റ് വലിക്കോ? അല്ല, പത്മരാജൻ സിഗരറ്റ് വലിക്കും. ഇത് പൊളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആരാ പത്മരാജൻ? എൻ്റെ ഫ്രണ്ടാണ്. അതെ, അങ്ങനെയൊക്കെയുള്ള പല കലാപരിപാടികൾ ഹ്യൂമർ സെൻസ് ആവശ്യം വരുന്നുണ്ടല്ലേ നിങ്ങൾക്ക് ജീവിതത്തിൽ? അന്ന് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അന്നത്തെ ഈ വലിയ പിന്നെ യാഥാസ്ഥിക തറവാടിൽ നിന്നൊക്കെ ഉള്ള ഒരു പെൺകുട്ടി ആദ്യമായിട്ട് ആ തറവാട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്ന ലേഡി അമ്മയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ മറ്റ് ശാഖകളിൽ നിന്ന് പോയിട്ടുണ്ട്, പക്ഷേ ഈ ശാഖയിൽ നിന്ന് ആദ്യം പോകുന്ന വർക്കിംഗ് ലേഡി അമ്മയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് താല്പര്യമില്ലായിരുന്നു അയക്കാൻ. നീ അധ്വാനിച്ചിട്ട് ഇവിടെ പൈസ കൊണ്ടുവരണ്ട എന്നുള്ള രീതിയായിരുന്നു അവരുടെ. അല്ല, അച്ഛൻ മകനോട് സിനിമയിലേക്കൊന്നും പോകരുത് എന്ന് പറഞ്ഞിട്ട് ഈ ഓഗസ്റ്റ് ക്ലബ് എങ്ങനെയാണ് സംഭവിച്ചത്? അല്ല, ഞാൻ പിന്നീട് അത് സിനിമ സംവിധാനം എന്നേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ജഗതി അത്രയേറെ ഓഫർ തന്നിട്ടുണ്ട്. ജഗതി ശ്രീകുമാർ വന്ന് ചോദിച്ചു, ഞാൻ എല്ലാം ചെയ്തോളാം, ഒരു സിനിമ സംവിധാനം ചെയ്യാൻ. അപ്പൊ ഞാൻ എഴുതി തരാമെന്ന് പറഞ്ഞു. ഞാൻ എഴുതാൻ ചേട്ടാന്ന് പറഞ്ഞു. ഞാൻ വിളിച്ച നല്ലല്ല, പത്മരാജൻ ചേട്ടനെ പറയുള്ളൂ, പപ്പേട്ടൻ എന്ന് പറയും. പത്മരാജൻ ചേട്ടൻ്റെ മകൻ സംവിധാനമാണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഇത് എഴുതാൻ കാരണം മറ്റൊന്നുമല്ല, അത് എൻ്റെ ഒരു സുഹൃത്ത് ആ കഥ വായിച്ചിട്ട് അത് മനോരമ വാർഷിക പതിപ്പിൽ 2000 വന്നൊരു കഥയാണ്. അതിന് ഷോർട്ട് ഫിലിം ആക്കണമെന്ന് പറഞ്ഞു KB വേണു. അപ്പം ഷോർട്ട് ഫിലിമിന് വേണ്ടി എഴുതി കൊടുത്തൊരു ഇതാണ്. പിന്നീട് അദ്ദേഹം അത് പിടിച്ച് അതൊരു സിനിമയാക്കി. ജയറാം ഒരു കാലത്ത് സ്ഥിരമായിട്ട് എന്നെ വിളിക്കുമായിരുന്നു. അത് അപരൻ ഷൂട്ടിംഗ് തുടങ്ങിയ ദിവസമാണ്. വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയുന്നത്, പപ്പന് ഇഷ്ടമുള്ളൊരു കഥ നമുക്ക് ഏറ്റവും നല്ല ഡയറക്ടേഴ്സിനെ കൊണ്ട് ചെയ്യുക, ഒരു തിരക്കഥ എഴുതി തരുന്നുണ്ട്. ഇങ്ങനെ ഒരു 3-4 വർഷം പുള്ളി ചോദിച്ചു. അപ്പോൾ ആ ഡേറ്റിന് പുള്ളി ഒരു ഗുരു പൂജ പോലെ പറയുന്നതാണ്. ഞാൻ ഒരിക്കലും കുറേയൊക്കെ എൻ്റെ ഭാഗത്തുള്ള തെറ്റുണ്ട്, പക്ഷേ ഞാൻ എൻ്റെ മനസ്സിലതിന് പ്രിപ്പയർഡ് ആയിരുന്നില്ല. അദ്ദേഹം അന്ന് കത്തി നിൽക്കുന്ന സമയമാണ്. ഈ കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്തൊക്കെ നിൽക്കുന്ന പറയുന്നത്, നമുക്ക് കമൽ അല്ലെങ്കിൽ ഇതുപോലെ ഏറ്റവും നല്ല സംവിധായകരുണ്ട്, പുള്ളിയുടെ ഡേറ്റ് ഉണ്ടെങ്കിൽ പ്രൊജക്റ്റ് നടക്കും. ഞാനതൊന്നും യൂട്ടിലൈസ് ചെയ്തില്ല. അതാണ് അല്ല, അത് ഞാനതിന് പ്രിപ്പയർഡാണോ, എനിക്ക് അത്രയ്ക്കൊക്കെ കഴിവുള്ള ഒരാളായിട്ട് ഞാൻ തന്നെ കാണുന്നില്ല. ഈ 25 വർഷമാണ് അച്ഛൻ്റെ ആകെയുള്ള സർഗ്ഗജീവിതം എന്ന് പറയുന്നത്. 65 ആദ്യത്തെ കഥ വരുന്നു. 91 ജനുവരിയിൽ അച്ഛൻ മരിച്ചു. 90 വരെയാണ്. 90 ഫസ്റ്റ് പിന്നെ എന്താണ് നമ്മുടെ ഫസ്റ്റ് പ്രിൻ്റായി ഗന്ധർവൻ്റെ. അതാണ് ലാസ്റ്റ് 90 ഡിസംബറിൽ. ശരിക്കും 25 വർഷത്തിനിടയ്ക്ക് 140 കഥകൾ, 36 സിനിമകൾ, 10-12 നോവലുകൾ എന്നൊക്കെ പറയുന്നത് ഭയങ്കര വോളിമിനസ് ആണ്. അത് വെച്ച് എൻ്റെ 17 കഥകൾ ഇതിനിടയിൽ അത്രേ ഉള്ളൂ. അതൊരു ഭയങ്കര ക്രിയേറ്റീവ് ഫൗണ്ടനായിരുന്നു. അത് ഒരാൾക്കും അങ്ങനെ കമ്പീറ്റ് ചെയ്യാൻ വളരെ പ്രയാസമുള്ള ഒരു സർഗ്ഗസിദ്ധിയായിരുന്നു. കാരണം എനിക്ക് ഓർമ്മയുണ്ട് 90-നും 89-നും 90-നും ഇടയിൽ 2 സിനിമകളുടെ ഗ്യാപ്പിൽ, ഇന്നലെ എന്ന് പറയുന്ന സിനിമയും ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്നത്, ഈ 2 സിനിമകളുടെ ഗ്യാപ്പിൽ അച്ഛൻ 2 നോവലാണ്. അതും എണ്ണം പറഞ്ഞ 2 നോവലുകൾ, പ്രതിമയും രാജകുമാരി, മഞ്ഞുകാലം നോട്ട. അത് ചില്ലറ നോവലുകളും അല്ല. അത് ഇപ്പോഴും ആളുകൾ ഡിസ്കസ് ചെയ്യുക, ഇപ്പോഴും നല്ലപോലെ സെയിൽസ് നടക്കുന്ന 2 നോവലുകൾ. അപ്പോൾ അതൊരു അത്ര സിദ്ധിയുള്ള ഒരാൾക്ക് എഴുതാൻ പറ്റുള്ളൂ. നമ്മൾ ഒരിക്കലും അതിനെ ഒന്നും അനുകരിക്കാനോ അല്ലെങ്കിൽ അതുപോലെ ചെയ്യാൻ നോക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. നമുക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ കഥ പറഞ്ഞാൽ മതി എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. ഇല്ലെങ്കിൽ വെറുതെ ഇരുന്നാൽ മതി. ആ കാര്യത്തിൽ എൻ്റെ ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത് ശ്രീനിവാസൻ തന്നെയാണ്. ശ്രീനിവാസൻ ഞാൻ ചെയ്യാത്ത സിനിമകളാണ് മലയാള സിനിമയുടെ ഏറ്റവും വലിയ ലാഭം എന്ന് പറഞ്ഞത്. അത് അദ്ദേഹത്തിന് ഇത്ര വേണേലും ചെയ്തുകൂടെ? അദ്ദേഹത്തിന് ഈ ബാക്കിയുള്ളവർക്ക് എഴുതി കൊടുത്ത സിനിമകൾ അദ്ദേഹത്തിന് തന്നെ സംവിധാനം ചെയ്തു. നല്ല ഒന്നാന്തരം സബ്ജക്റ്റുകളില്ലേ, സന്ദേശം പോലെ, വരവേൽപ്പ് പോലുള്ള സിനിമകൾ അദ്ദേഹത്തിന് തന്നെ വേണേൽ ചെയ്യാം.
എന്തുകൊണ്ട് ചെയ്തില്ല? അദ്ദേഹം വേണ്ടെന്ന് വെച്ചിട്ടാണ്. അച്ഛൻ്റെ സിനിമകൾ ഇത്രയേറെ ഉണ്ട്, ശരി. പക്ഷെ മകൻ അതിനകത്തുള്ള ഓർമ്മകളിൽ കൂടി പോകുമ്പോൾ കുറച്ച് സിനിമകളിലാണ് നടനായിട്ട് വരുന്നത്. പിന്നെ ഇടയ്ക്ക് അച്ഛൻ എടാ ഇവൻ കുറേ തീർന്ന് നാണമൊക്കെ പോയി എന്തു അഭിനയിക്കുന്നായെന്ന് പറഞ്ഞൊരു അനുഭവം. അത് അജയൻ മോഹൻ വന്ന്, അജയൻ മറ്റേ പെരുന്തച്ചലിലെ അജയൻ വന്നിട്ട് 3-4 പിള്ളേരുടെ ഗ്രൂപ്പിൽ എന്നെ വളരെ പാർശ്വമായിട്ട് കാണാം. ബോബി, സഞ്ജയ്, അല്ല ബോബിയും, അത് അവസാനത്തെ ഷോട്ടിൽ വരുന്നത് ബോബിയും എൻ്റെ സിസ്റ്റർ മാധവിക്കുട്ടി, പ്രേംപ്രകാശിൻ്റെ മകൻ, അദ്ദേഹമായിരുന്നു നിർമ്മാതാവ്. അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും കൂടിയാണ്. അപ്പോൾ ബോബിയും മാധുവായിരുന്നു. ഞാൻ ആ പരമനായരുടെ മക്കളുടെ ഇടയിൽ ഉണ്ട്. എൻ്റെ മുഖമൊക്കെ കണ്ടാലായി. അപ്പോഴാണ് ഒരു ദിവസം വന്നിട്ട് ഇങ്ങനെ, അതെ ഇങ്ങനൊരു സംഭവമുണ്ട്, തുണിയില്ലാതെ ഓടണം. അജയമ്മ വന്നിട്ട് അപ്പോൾ ഇതിന് അങ്ങനെയാണ് ഞാൻ ഓടുമെന്നുള്ളത്. പക്ഷെ അത് അഭിനയമൊന്നുമില്ല, അതൊരു 6-7 വയസ്സ്. ഏത് സിനിമയിലും ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതുമുഖം അത് നക്ഷത്രങ്ങളെ കാവൽ എന്നുള്ള, അന്ന് എനിക്ക് ഭയങ്കര മടിയും, എനിക്കൊരു 5-6 വയസ്സേ ഉള്ളൂ ആ സമയത്ത്. അതിൻ്റെ പൂജയ്ക്ക് താര ഹോട്ടൽ, ഇപ്പോഴത്തെ പട്ടം പാലസ്, ഇപ്പോഴത്തെ SUT ഹോസ്പിറ്റൽ. അപ്പോൾ അന്ന് അതിൻ്റെ പൂജയ്ക്ക് പോയപ്പം സേതുമാധവൻ സാറ് അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു മൊണ്ടാഷിൽ പ്രഭുവിൻ്റെ ഒരു കുട്ടിക്കാലം വരുന്നുണ്ട്. ഒരു 3-4 ഷോർട്സേ ഉള്ളൂ, ഡയലോഗൊന്നുമില്ല. അപ്പോൾ അവിടെ വെച്ചൊന്നും പറഞ്ഞില്ല. എന്നെ വിളിച്ച് വലിയ കാര്യമായിട്ട് എന്തൊക്കെ സംസാരിച്ചു. പിന്നെ ഒരു ദിവസം പെട്ടെന്ന് അമ്മയും അച്ഛനും കൂടെ കാറിൽ വരുന്നു. അപ്പോൾ ഞാൻ പേടിച്ചു പോയി. കാരണം 2 വല്യച്ഛന്മാർ മരിച്ചപ്പോഴും ഇതുപോലെ കാറിൽ വന്ന് വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇനി വേറെ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് വിചാരിച്ചപ്പോൾ പറയുന്ന വളരെ, അപ്പോഴൊന്നും പറയുന്നില്ല. കുറച്ച് ദൂരം പോയിട്ട് നിനക്ക് ഒരു റോൾ അഭിനയിക്കണമല്ല എന്ന് അച്ഛൻ ചോദിക്കുന്നത്. അപ്പോൾ എനിക്കൊരു പിടുത്തമില്ല. നേരെ അങ്ങോട്ടാണ് കൊണ്ടുവന്നത്. എന്നിട്ട് ആ ഒരു ദിവസത്തെ ഷൂട്ടിങ് അത്രയേ ഉള്ളൂ. ഇങ്ങനെ നിൽക്കുന്നു, അങ്ങനെ നോക്കുന്നു, ഇങ്ങനെ ഓടി വരുന്നു, ഇങ്ങനെ. അത് ഒരു കാര്യവുമില്ലാതെ അതിൻ്റെ ഫ്രണ്ടിൽ ഹരിപോത്തനച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതുമുഖം. എനിക്കാണെങ്കിൽ നാണം കൊണ്ട്, എനിക്കാണെങ്കിൽ സിനിമ ഇഷ്ടവുമല്ല. എനിക്ക് നല്ല നോവലാണ്, പക്ഷേ ഒരു സിനിമയായപ്പോൾ അത് തീരെ ഒരു ഫുൾഫില്ലിങ് ആയിരുന്നില്ല. പിന്നെ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം, പത്മരാജൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ഇതിൽ തുറന്നു എഴുതിയിരിക്കുന്നതാണ്. അവനീടെ ഇച്ചിരി ജാട കൂടുന്നുണ്ട്, എന്നാൽ കുറച്ച് കട്ടിയിട്ട് മറ്റേ ഒക്കെ കൂട്ടി എഴുതിയിട്ട് വി കണ്ട് ഇമാജിൻ ഈ സോ പ്രൊഫഷണൽ. അപ്പൊ എന്നാലും ആ മനുഷ്യന്റെ ഒരു ഇത് ആളുകൾ പറഞ്ഞുള്ള അറിവാണ്. അതെ, അത് എനിക്കത് കൃത്യമായിട്ട് ഞാൻ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല. അച്ഛൻ്റെ അനന്തരവൻ ശരചന്ദ്രൻ, അദ്ദേഹം കെമിക്കൽ എഞ്ചിനീയർ ആയിരുന്നു, ഇപ്പം റിട്ടയർഡായി. അത് ഒരുപാട് തർജ്ജമയൊക്കെ ചെയ്യുന്നുണ്ട് ചിന്താ ബുക്സിനൊക്കെ. അപ്പോൾ അത് അച്ഛൻ്റെ മൂത്ത ചേച്ചിയുടെ മൂത്ത മകനാണ്. ഞങ്ങളുടെ കസിൻസിൽ അച്ഛനുമായിട്ടൊരു 4-5 വയസ്സിൻ്റെ ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ ഈ എറണാകുളത്ത് സത്രത്തിലൊരു രാത്രി എന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അച്ഛനന്നിവിടെ ഇതിലിരിക്കുകയാണ്. സ്ക്രിപ്റ്റൊക്കെ ആയിട്ടുണ്ടെങ്കിലും ഫൈനൽ കറക്ഷൻ എന്തോ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ്റെ സ്ഥിരം ആ സമയത്ത് തിരക്കഥകളുടെ നായകൻ എന്ന് പറയുന്നത് സോമൻ ആണ്. ഇതായിവിടെ വരെ തൊട്ട്, ശരിക്കും ഇതായിവിടെ വരെയാണ് പുള്ളിക്കൊരു സൂപ്പർ സ്റ്റാർഡം വരുന്നത്. IV ശശിയുടെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് അതാണ്. അച്ഛൻ്റെ ഇവരുടെയൊക്കെ ആദ്യത്തെ കളർ പടവുമാണ്, IV ശശിയുടെ ഫസ്റ്റ് കളർ പടമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് തുടർച്ചയായിട്ട് വാടകയ്ക്കൊരു ഹൃദയം, ഇങ്ങനെ കുറേ പടങ്ങൾ സീരീസ് ആയിട്ട് ചെറിയ വേഷങ്ങളിലെങ്കിലും അദ്ദേഹം വരുമായിരുന്നു. ഒരു നിർവ്വഹത്തിലെ ഒരു ഗസ്റ്റ് ക്യാരക്ടർ, ഭയങ്കര ക്ലോസ് ആയിരുന്നു. പക്ഷേ അത് എന്തോ ഇവർ തമ്മിലുള്ളൊരു അകൽച്ച ആ സമയത്ത് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. കാര്യം പല കഥകൾ പറയുന്നുണ്ട്. പിന്നെ ഇവർ ഒരുമിച്ചൊരു തീരുമാനമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സോമേട്ടനെ കുറേ കാലം ഇവരെല്ലാം വിളിക്കാതെയായി. IV ശശി, ഭരതൻ, ഇവരെല്ലാവരും ഒരുമിച്ച് ഒരു എന്താ പറയേണ്ട ഒരു മാറ്റി നിർത്തലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ ആ ഗ്രൂപ്പിൽപ്പെട്ട ഒരാളായിട്ടാണ്. പക്ഷെ പിന്നീട് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവരൊക്കെ എടുത്തെങ്കിലും അച്ഛൻ എത്രയോ വർഷങ്ങൾക്ക് ശേഷം തൂവാനത്തുമ്പികൾ വരെ കൊടുത്തില്ല വേറൊരു വേഷം. അങ്ങനെ വലിയ ഒരു പേഴ്സണലായിട്ടുള്ള വിഷയം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ അറിവിൽ ഈ ചന്ദ്രൻചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അന്ന് ശരചന്ദ്രൻ അദ്ദേഹം BTH അച്ഛൻ എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പോയപ്പം പറഞ്ഞത് ഇങ്ങനെ സ്ക്രിപ്റ്റ് എഴുതി. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രതിനായകൻ സുകുമാരനാണ്. സുകുമാരൻ ഇങ്ങനെ കയറി വരുന്ന ശംഖുപുഷ്പമൊക്കെ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞത് മറ്റേ പുള്ളിക്ക് ഭയങ്കര ജാട, അതിൻ്റെ സോമനെ പറ്റി. സുകുമാരന് ഞാൻ ഡയലോഗ് കയറ്റി എഴുതി കൊടുക്കാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് അത് ഞാൻ ആണയിട്ട് പറയുന്നു, ഞാനിങ്ങനെ കേട്ടാണ്. പക്ഷേ സത്യത്തിൽ രാത്രിയിലെ ഡയലോഗ്സിൽ ഏറ്റവും കൂടുതൽ കയ്യടി നേടിയത് സുകുമാരൻ. സൂപ്പർ ഹിറ്റായിരുന്നു ആ പടം. പടം അച്ഛനൊട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല, അവർ തമ്മിൽ വഴക്കൊക്കെ ആയി. പക്ഷെ വലിയ ഹിറ്റായിരുന്നു. ജോൺ പോൾ അങ്കിൾ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ എഴുതിയിട്ടുണ്ട്, സുകുമാരൻ്റെ ഈ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ഇൻ കമേഴ്സ്യൽ സിനിമ എന്ന് പറയുന്ന ശംഖുപുഷ്പവും
പിന്നെ സത്രത്തിലൊരു രാത്രിയായിരുന്നു. സത്രത്തിലൊരു രാത്രി കുറച്ചും കൂടി താഴേക്കിടയിലുള്ള ആളുകളിലേക്ക് ഇറങ്ങിപ്പോയി. അതിൻ്റെ ഡയലോഗ്സ് വലിയ ഇതായിരുന്നു. എനിക്ക് ആ പടം ഓർമ്മയില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഇത് വായിക്കുമ്പോൾ എനിക്ക് വേറൊരു ഇതുണ്ട്. നമ്മൾ ഈ പറയത്തില്ലേ, രണ്ടുപേരും തമ്മിൽ ഒരു മത്സരിച്ചുള്ളൊരു ജുഗൽബന്ദി നടത്തുന്നത് പോലെ ഒരെണ്ണം നമ്മുടെ തൂവാനത്തുമ്പിലെ അനുഭവം. അതായത് ജഗതി ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. അപ്പം ജഗതി പൊതുവെ പത്മരാജൻ ഒരു വാക്കെഴുതിയ ഒരു കുത്ത് കോമ വിട്ട് ആരും ചെയ്യാത്ത ആൾ ചെന്ന് ചോദിക്കുന്നു, ഞാൻ ഒരു സാധനം ഇടട്ടെ എന്ന്. ഒരു ഡയലോഗ് കൂടെ എഴുതി തരാം. അപ്പം പെട്ടെന്ന് പത്മരാജ് പെട്ടെന്നൊരു ഡയലോഗ് എഴുതുന്നു, ഇദ്ദേഹം അതിന്റെ അപ്പുറം ജുഗൽബന്ദി അടിക്കുന്നു. ആ ഒരു അനുഭവം കൂടി. നാണയത്തിന്റെ തിളക്കം കണ്ട അത് പാമയത്തിലായാ കൂടെ അവിടെ കുത്തിയിരുന്ന് ചകഞ്ഞിട്ടുള്ള വിദ്വാന്റെ വിത്തല്ലേ, അപ്പൊ അത് കാണിക്കാതിരിക്കാൻ പറ്റുമോ? അമ്പിളിച്ചേട്ടനെ അച്ഛനെ അറിയുന്നത് അദ്ദേഹം പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് അച്ഛൻ്റെ മുതിർന്ന സഹപ്രവർത്തകനായിരുന്നു ജഗതി കെ. അപ്പം സ്ഥിരമായിട്ട് അച്ഛൻ്റെയൊക്കെ വിവാഹത്തിനൊക്കെ മുമ്പ് തന്നെ സ്ഥിരമായിട്ട് വീട്ടിൽ പോകുമായിരുന്നു. അപ്പോൾ ഒരിക്കൽ പോകുമ്പോൾ കാണുന്നത് ഇത് അമ്പിളിച്ചേട്ടൻ ഒരു അനുസ്മരണത്തിൽ, അച്ഛൻ്റെ അനുസ്മരണത്തിൽ പറഞ്ഞാണ്. 10ാം ക്ലാസ് പാസ്സായി, ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ വാച്ച് വാങ്ങിച്ചു കൊടുക്കാമെന്ന് അച്ഛൻ പ്രോമിസ് ചെയ്തിട്ടുണ്ട് ആചാര്യ സാർ. മിണ്ടുന്നില്ല, കാരണം ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചു. പുള്ളി ഒരു തരത്തിൽ പുള്ളി അവിടെ വലിയ കലാപം ഉണ്ടായിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അച്ഛൻ വന്ന് കയറുന്നത്. അപ്പോൾ ചോദിക്കുമ്പോൾ എന്താണ് സംഭവം ചോദിക്കുമ്പോൾ പറഞ്ഞിങ്ങനെ പപ്പ പറഞ്ഞതാണ് എനിക്ക് വാച്ച് വാങ്ങിച്ചാൽ എനിക്ക് തരുന്നില്ല ഇപ്പോൾ, ഞാൻ ഫസ്റ്റ് ക്ലാസ് വാങ്ങി എന്ന് പറഞ്ഞ് പുള്ളി പഠിക്കാൻ മിടുക്കനായിരുന്നു. അച്ഛൻ കൈ കടന്ന അന്ന് ഫേബർ ലൂബയുടെ ഒരു വാച്ചാണ് അത് പറഞ്ഞിട്ടുണ്ട്, നീല ഡയൽ അത് പറഞ്ഞിട്ടുണ്ട്. അത് ഊരി അങ്ങ് കൊടുത്തു. എന്നാ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ് പോലെ. പുള്ളി പറയുന്നത് അത് ഞാൻ കെട്ടി, എൻ്റെ അനിയൻ കെട്ടി, എൻ്റെ അനിയത്തി കെട്ടി, പിന്നെ അത് എവിടെ പോയി എന്ന്. പക്ഷെ അത് അന്ന് കയറിയ ഇവർ തമ്മിലുള്ള ഒരു അടുപ്പ് തീർച്ചയായിട്ടും അച്ഛനോട് ഒരു ഭയങ്കര ഇഷ്ടം തോന്നുമല്ലോ ഇങ്ങനെ. അത് അന്ന് ഫേബർ ലൂബ എന്ന് പറഞ്ഞാൽ അന്നത്തെ വലിയ ഗ്ലാമർ വാച്ചാണ്. അത് കിട്ടിയിട്ടാണ് ഇത് അദ്ദേഹം പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്, നമുക്കറിയത്തില്ല. അമ്പിളി എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പം അച്ഛൻ്റെ പടങ്ങളിലൊക്കെ വിളിക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യസ്ത വേഷം, അരപ്പട്ട കെട്ടി ഗ്രാമത്തിലെ ഭാഷയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, കവലേക്കാട്ടിലുമൊക്കെ. അപ്പോൾ ഇത് വന്നപ്പം ഇതിൻ്റെ അകത്ത് സത്യം പറഞ്ഞാൽ പുള്ളി ഒരു എക്സ്റ്റെൻഡഡ് ക്യാമയോ മാത്രമാണ്. ഒരു 4 സീനുകളിലെ അദ്ദേഹം വരുന്നു. ഇത് വന്നപ്പോഴാണ് ചേട്ടാ ചളവാക്കട്ടെ, ഇത് പുള്ളി സ്ഥിരം ചോദിക്കുന്നതാണ്. പ്രേംചന്ദ്രൻ്റെയൊക്കെ പടങ്ങൾ ചോദിക്കാറുണ്ട്, ചളവാക്കണോ ചച്ചളമാക്കണോ അങ്ങനെ എന്തോ പറയും, അങ്ങനെ എന്തോ ഒരു പറയുന്നു. ഇത് അച്ഛൻ്റെ അടുത്തൊന്നും ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഇപ്പോഴാണ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു കുഴി ഒഴിക്കണം. ഉടനെ ഒരു ആർട്ടിലൊരാളെ വിളിച്ചിട്ട് അവിടെ ഒരു കുഴി ഒഴിച്ചാൽ വെള്ളം നിറയ്ക്കാൻ പറയും അവിടെ. അതാണ് പുള്ളി ചവിട്ടി പോകട്ടെ അപ്പോൾ പറഞ്ഞു ചേട്ടാ ഒരു 4 ഡയലോഗ് ഒന്നും കൂടെ ഒന്ന് എഴുതി തരണം, ഞാനപ്പോൾ അത് വെച്ചങ്ങ് പിടിച്ചോളാം. അതങ്ങ് എഴുതി കൊടുത്ത് അവിടെ നിൽക്കുന്നവർ മുഴുവൻ ചിരിക്കുക. കാരണം അത് ലാലേട്ടനൊക്കെ ഓടുക, കാരണം പുള്ളി ആ ചെളി ഇങ്ങനെ ചവിട്ടി തെറിപ്പിച്ച് ഇദ്ദേഹത്തിൻ്റെ മുണ്ടിലൊക്കെ അവങ്ങ് ശരിക്കും ഉറഞ്ഞാടുകയാണല്ലോ ആ സീനിൽ. അതുപോലെ തൂവാനത്തുമ്പികളുടെ ഓർമ്മയിൽ ഒരു ഓർമ്മയും കൂടി ഇല്ലേ മോനെ, സെറ്റിൽ വെറുതെ ഇരിക്കാതെ ഒന്ന് സീനൊക്കെ ഒന്ന് എഴുതുന്ന ആ ഒരു, എനിക്ക് തോന്നുന്നു അവിടെ വെച്ചായിരിക്കാം ഒരു പക്ഷേ അനന്തപത്മനാഭൻ എന്ന തിരക്കഥാകൃത്ത് ആകേണ്ട ഒരാള് ആദ്യമായിട്ട് സീൻ ഡിവിഷനൊക്കെ സിനിമയുടെ ഒരു ഇതറിയുന്നത്, ഒരു ഫ്ലേവർ മനസ്സിലാകുന്ന അവിടെ വെച്ചിട്ടാണ്. ബ്രേക്ക് ഡൗൺ എഴുതാൻ, ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന സാധനം അത് സീന് അതിൻ്റെ ഒരു ചാർട്ടിങ് ആണ് ശരിക്കും. അത് അസിസ്റ്റൻസ് ചെയ്യുന്നൊരിതാണ്. അപ്പം എത്ര വയസ്സുണ്ടെന്ന് എനിക്കന്ന് 15 വയസ്സ് 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയം, കോളേജ് തുറന്നിട്ടില്ല. ആ ഒരു ഗ്യാപ്പ്, ആ സമയത്താണ് എന്നെ ഇങ്ങനെ വിളിക്കുന്നത്. ഞാൻ വിളിച്ചില്ലെങ്കിൽ പോകാറില്ല അച്ഛൻ്റെ സെറ്റിൽ. തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് നടന്നിട്ട് പോലും ഞാൻ പോയിട്ടില്ല പല ഇതിനും. വിളിച്ചില്ലെങ്കിൽ ഞാൻ പോകില്ല. മോഹൻലാൽ ഉണ്ടെങ്കിൽ പോകില്ല, ലാലേട്ടൻ ഉണ്ടെങ്കിൽ കാണാൻ പോയിരിക്കും. അത് പിന്നെ അന്നത്തെ ഒരു നമ്മുടെ അഭിനിവേശമാണ്. അതുകൊണ്ട് അന്നത്തെ മോഹൻലാലിലേക്ക് നമുക്ക് പിന്നീട് വരാം, കാരണം അതൊരു ചാപ്റ്ററാണ്. മമ്മൂക്കയുടെ ഒരു പടം ഉണ്ടായിട്ടുള്ളത് തിരുവനന്തപുരത്ത് ആ സമയത്ത്, 2 പടം. ആ 2 സമയത്ത് ഞാൻ പോയിട്ടുണ്ട്. വിളിച്ചില്ലെങ്കിലും പോകും. അല്ല, അത് വീട്ടിൽ നിന്ന് എൻ്റെ സിസ്റ്റർ അഭിനയിച്ചിട്ടുണ്ടായിരുന്നില്ലേ തിങ്കളാഴ്ച ദിവസവും. പിന്നെ ഉള്ളത് കരിയിലക്കാറ്റ് പോലെ നിങ്ങളുടെ കസിൻസ് എല്ലാവരും കൂടെ ഒരുമിച്ച്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടെ തീർച്ചയായിട്ടും നമുക്കും ഇവരെയൊക്കെ കാണാൻ വലിയ ആഗ്രഹമാണല്ലോ. ലാലേട്ടൻ പിന്നെ എപ്പോഴും വീട്ടിൽ വരുമല്ലോ. അങ്ങനെ നമുക്ക് അച്ഛനുമായിട്ടൊക്കെ പൂജപ്പുരത്തിൻ്റെ ആയിരുന്നുണ്ട് പലപ്പോഴും അദ്ദേഹം കാറൊക്കെ ഓടിച്ചിങ്ങി വരും. എന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ഫിയറ്റ് കാർ, എനിക്ക് തോന്നുന്നത് പ്രിയഞ്ചേട്ടൻ്റെ പച്ച ഫിയറ്റാണ്, അതിൽ പലപ്പോഴും വന്നിട്ടുണ്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇവരൊക്കെ അവിടുത്തുകാരാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാനങ്ങനെ ഒരു സെറ്റിൽ പോയി നിൽക്കുന്ന 4 ദിവസം നിൽക്കുന്ന വളരെ ചെറുപ്പത്തിൽ ഒരിടത്തൊരു ഫെലോൻ്റെ സെറ്റിൽ പോയിട്ടുണ്ട്. അത് പക്ഷേ അതൊരു മോർ ഓഫ് എ പിക്നിക്കായിരുന്നു. ഞങ്ങൾ കറിയാച്ചമ്മൻ്റെ പ്രേംപ്രകാശിൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്നു. അവിടെ ബോബി സഞ്ജയ്, അന്ന് തങ്കം ജനിച്ചിട്ടേ ഉള്ളൂ.
ഞങ്ങളെല്ലാം കൂടെ പല സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്ത് പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുമരകത്ത് പോയി. കോട്ടയത്ത് അടിച്ചു പൊളിക്കും. കുമരകമാണ്. ബേക്കർ കുമരകം ബംഗ്ലാവ്. അത് മനോഹരമായ കുമരകമാണ്. അന്ന് ബേക്കലിൻ്റെ ഇന്നലെ ഞാൻ അതുവഴി പാസ് ചെയ്ത് പോയപ്പോൾ പഴയ സാഹിബിൻ്റെ കൊട്ടാരം നോക്കി. അപ്പോൾ അത് വലിയ താജിൻ്റെ വലിയ ഇതാണ്. അന്ന് ഇപ്പം കായലും അന്ന് വളരെ സമൃദ്ധമായ നിബിഡമായ പ്രകൃതിയാണ്. ഒരുപാട് ഇങ്ങനെ ഒരു വിസിലടിക്കുമ്പോഴത്തേക്കും കിളികൾ മുഴുവൻ പറന്നു അങ്ങനെയൊക്കെയുള്ള ചില ആളുകൾ ചില നോട്ട്സ് കൊടുക്കുമ്പോൾ ഇത് റിയാക്ട് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ശരിക്കും വനം. അത് മനോഹരമായ ദിവസങ്ങളായിരുന്നു ഫയർലാൻഡിൻ്റെ സെറ്റ്. പിന്നെ ഞാൻ പോകുന്ന ഈ തൂവാനത്തുമ്പിയുള്ള അച്ഛൻ ക്ഷണിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ സെറ്റ് വടക്കുന്നാഥൻ്റെ ഒരു പടിഞ്ഞാറ് നടയിനൊറ്റ വെച്ചിട്ടാണ് ഇങ്ങനെ എനിക്കൊന്നും മോഹൻലാലും പാർവതിയും ഇങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഇറങ്ങി വരുന്നത്. ആദ്യം ഞങ്ങൾ മീറ്റ് ചെയ്യുമ്പോഴും മഴ പെയ്തു. എന്താ കുട്ടിയുടെ പേര്? ക്ലാര. ക്ലാര. അപ്പോൾ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് പൂജപ്പുര രാധാകൃഷ്ണൻ അച്ഛൻ്റെ സന്തത സഹചാരി. രാധാകൃഷ്ണൻ ഇവനെ ബ്രേക്കപ്പ് ഒന്ന് അടിക്കുക, ബ്രേക്കപ്പ് എന്നും പറയും തോന്നുന്നു, ബ്രേക്ക് ഡൗൺ എഴുതാൻ പഠിപ്പിക്കണം. എന്നിട്ട് അങ്ങനെ ഞാൻ ചാർട്ട് വെച്ചിട്ട് ഇതിങ്ങനെ എഴുതി ആ സാധനം ഇങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട്. അതൊരു ഇതാണല്ലോ, ഒരു അച്ചു പോലാണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റായിട്ട് ചാർട്ട് ചെയ്യാൻ പറ്റും. ഇന്ന സീൻ, ഇന്ന ആംഗിള് എന്നുള്ളത് കറക്റ്റായിട്ട്. പക്ഷേ എനിക്ക് ഒരിക്കലും അതൊരു പ്രൊഫഷനാക്കാൻ തോന്നിയിരുന്നില്ല. അതൊരു അച്ഛൻ പറഞ്ഞതുകൊണ്ടായിരിക്കാം. ഇപ്പൊ ഈ നിമിഷം പോലും ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് തൂവാനത്തുമ്പി കാണുകയായിരിക്കും, അല്ലെ? ഓരോ മഴയും മലയാളി ഇപ്പൊ തൂവാനത്തുമ്പികളെ വെച്ചിട്ടാ ഓർക്കുന്നത്. പ്രത്യേകിച്ച് അതിന് തൊട്ട് മുമ്പ് വന്ന ഇവരുടെ കോമ്പിനേഷൻ സൂപ്പർ ഹിറ്റാണ്. പത്മരാജൻ, മോഹൻലാൽ, നമുക്ക് പാർക്കാൻ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തുവോ നോക്കാം. കാമുക മുഖങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രമാണ് സോളമൻ. അതിമനോഹരമാണ്. അതിൻ്റെ അച്ഛൻ പറയുന്ന അതേ മോഡുലേഷനിലാണ് ആ വരികൾ. എനിക്കൊന്ന് ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ ഇത് ലാലേട്ടൻ മനസ്സിലോട്ടങ്ങ് എടുക്കുന്നതായിരിക്കാം. അദ്ദേഹം അങ്ങനെയാണെന്ന് പറഞ്ഞു കേട്ടു. അതിൽ നമ്മൾ രണ്ടുപേരും കൂടെ പോണതായിട്ട് എപ്പോഴും ഞാൻ സ്വപ്നം കാണും. കെ സുധാകരൻ എന്നൊരു എഴുത്തുകാരനാണ് അത് എഴുതിയതെന്ന് അദ്ദേഹം പോലും മറക്കുന്ന എത്ര അത് പത്മരാജൻ ആയിരിക്കുന്നു. അതിൻ്റെ ഒരു മെറ്റമോർഫോസിസ് ഉണ്ട്. അദ്ദേഹം എഴുതിയ നോവലിൽ റേപ്പ് പോലും ഇല്ലല്ലോ. ആ നോവലേറ്റിൽ അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. അതിൽ ആന്റണിയാണ് മെയിൻ കഥാപാത്രം, വിനീതിന്റെ കഥാപാത്രം. അതിനെ വേറൊരു രൂപാന്തരം പ്രാപിച്ചിട്ടാണ് അത് തിരക്കഥയാക്കി. കഥാബീജം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. പിന്നെ ഈ ഡയലോഗും അതിനകത്ത് ഈ സോളമനും ഇതൂടെയുള്ള നമുക്ക് ഗ്രാമങ്ങളിൽ പോയി രാപ്പാർക്കാം, അത് അച്ഛൻ വായിച്ചു കൊടുക്കുന്ന അതേ ടോണിലാണ് ആ സിനിമയിൽ ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് അച്ഛൻ വായിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അത് സ്ക്രീനിൽ വരുമ്പം അതിൻ്റെ ആ ചെറിയ ഗ്യാപ്പുകൾ പോലും പുള്ളി ഇട്ടിട്ട് പറഞ്ഞിരിക്കുന്നത് അറിയാതെ കയറുന്നതാണത്. ഒരിക്കലും ആ സമയത്ത് പറഞ്ഞിരുന്നതല്ല, പണ്ട് വായിച്ച ഓർമ്മയിൽ അദ്ദേഹം പറയുന്നതാണ്. അതേ ആ ഒരു സ്റ്റൈല് അത് ലാലേട്ടൻ തന്നെ പിന്നീട് എഴുതിയിട്ടുണ്ട്. എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സംസാര രീതി എന്ന് ഋതുമർമരങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അവിടെ വെച്ച് ഞാൻ നിനക്ക് എൻ്റെ പ്രേമം തരും. അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും. വലിയ നിർബന്ധം പിടിക്കുന്ന ആളോട് നടപടിയാവൂല എന്ന് പറയുന്ന ഒരു പത്മരാജൻ. അത് ആയില് മാത്രമേ ഞാൻ പേരിടുള്ളൂ സിനിമയുടെ എന്ന് പറയുമ്പോൾ ഞാൻ ഈല ഇടുള്ളൂ എന്ന് പറയുന്ന ഒരു പത്മരാജൻ. അതൊന്ന് പറയൂ, രസകരമായ ഒരു കഥയാണ്. എൻ്റെ അടുത്ത് ശശിയെങ്കിൽ പറഞ്ഞ രവി ശശി പറഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും അദ്ദേഹം അല്ല എൻ്റെ അടുത്ത് കൾപ്രിറ്റ്. അദ്ദേഹത്തിൻ്റെ അതുവരെയുള്ള എല്ലാ സിനിമകളും ആയിൽ ആണ്. രാശി, ആലിംഗനം, ഉത്സവം ഒഴികെ, ആലിംഗനം, അഭിനിവേശം, അനുമോദനം, അങ്ങനെ കുറേ പടങ്ങൾ ആയിൽ ഹിറ്റായിരുന്നു. അപ്പോൾ ഇതായിവിടെ വരെ ചെയ്യുന്ന സമയത്ത് ശരിക്കും ഇവരാരുമല്ല ആ സമയത്ത് ഇതിൻ്റെ ഒരു ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഫിനാൻസിയർ, അവിടുത്തെ പേര് ഞാൻ മറന്നുപോയി, തമിഴ്നാട്ടിലുള്ള ഏതോ ഒരു വലിയ ആരോ ഒരാൾ, അതെ വലിയൊരു കാശുകാരൻ. അപ്പോൾ അന്ന് പിന്നെ ഇവരിയ്ക്കുന്ന സുപ്രിയയുടെ ഓഫീസിൽ അത് ഇതേ സാധനം ബാബുവേട്ടൻ പറഞ്ഞിട്ടുണ്ട്. രാമേന്ദ്രബാബു, അദ്ദേഹമാണ് ക്യാമറമാൻ. രാമേന്ദ്രബാബുവും ഐ വി ശശി. അപ്പോൾ ഇവരൊക്കെ ചെറുപ്പക്കാരാണ്, ബിലോ 30 ആണ് ഇവരൊക്കെ. അച്ഛൻ ശശിയൊക്കെ വളരെ ഇരിക്കുന്ന, അദ്ദേഹം ശശിയെങ്കിൽ അച്ഛനേക്കാളും 3-4 വയസ്സിന് താഴെയാണ്. ബാബുവേട്ടനും അതെ. അപ്പോൾ ഇവരൊക്കെ ഇരിക്കും പിള്ളേർ എന്നുള്ളൊരു രീതിയിലാണ്. ഒരു ഈ പറയുന്ന ആൾ, ഈ ഫിനാൻസിയർ ഹരിപോത്തനല്ല, അദ്ദേഹം അങ്ങനെ പറയുകയുമില്ല. വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഐ വി ശശിയുടെ കഴിഞ്ഞ കുറേ പടങ്ങൾ
എല്ലാം ആയിലാണ്. അപ്പോൾ ഇതാ ഇവിടെ വരെ മാറ്റി നമുക്ക് അതാ അവിടെ വരെ. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ ശശിങ്ങൾ പറഞ്ഞത് ഇതാണ്. അത് കഴിഞ്ഞ ഉടനെ പപ്പന അവിടെ ഇരുന്ന് ഒരു വലിയ ജഗ് ഒരു കുപ്പി വെള്ളം എടുത്തൊരൊറ്റ അടി കഴിച്ചു. ആർക്കാണ് ഇവിടെ അതാ ഇവിടെ വരെ, ആർക്കാടാ നക്ഷത്രം നക്ഷത്രം. അത് ഇയാളിറങ്ങി ഓടിയെന്നാണ് പറയുന്നത്. ഇത് മറ്റേ ഫിനാൻസർ പിന്നെ ആ വഴി വന്നിട്ടില്ല, ശരിക്ക് ചീത്ത പറഞ്ഞു വിട്ടു എന്ന്. പക്ഷേ ശശിങ്ങൾ പറഞ്ഞ അത് നന്നായി ഒരു തരത്തിൽ. കാരണം പിന്നീട് ഞങ്ങളെ പിള്ളേരെന്നുള്ള രീതിയിൽ ആരും കൺസിഡർ ചെയ്യില്ല. കാരണം ഇത് കുഴപ്പക്കാരാണെന്നുള്ള അത് ആ ഒരു കൺസിഡറേഷൻ ത്രൂ ഔട്ട് കിട്ടി. ഈ അച്ഛൻ്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ ഒരു ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു എപ്പിസോഡ് തീരുന്നതിനേക്കാൾ ആൾക്കാരായിരിക്കും. എങ്കിൽ പോലും നമുക്ക് ഈ പറഞ്ഞ ജോഷി മാത്യു, ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് 70-ലൊക്കെ 71-ലൊക്കെ അദ്ദേഹം ഞങ്ങൾ താമസിക്കുന്ന വാടക വീട്ടിൽ വന്നിട്ടുണ്ട്. അത് ഈ സാഹിത്യ സമ്മേളനത്തിന് വിളിക്കാനൊക്കെ അന്ന് തൊട്ടുള്ള ബന്ധമാണ്. അവസാനം വരെ ഞങ്ങളുടെ ഫ്ലാറ്റ് ഈ പറയുന്ന അച്ഛന് അവിടെ താമസിച്ചിട്ടുള്ള മുഴുവൻ ജോഷിമോനാണ്. അച്ഛൻ അവിടെ ഇരുന്ന് എഴുതിയാൽ രാത്രി ഇങ്ങി വരും, അവിടെ കിടക്കുന്ന പരിപാടിയില്ല. ശരിക്കും അത്രയും ഒരു സന്തത സഹചാരിയായിരുന്നു, വലിയൊരു സഹോദരൻ. അപ്പം ജോഷിമോൻ പറഞ്ഞിട്ടുണ്ട്, പപ്പേട്ടൻ ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ സിനിമ ചെയ്യുന്നതിനെ പറ്റി പോലും ആയിരിക്കും. കാരണം പുള്ളിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുള്ള ആളല്ല, പുള്ളിയുടെ കൂടെ നിന്നാൽ മതി, അതാണ് പറയുന്നത്. അതിന് ശേഷം ഒന്നും ചെയ്യാതിരുന്ന ഭ്രാന്തായി പോകുന്നുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ സിനിമ ചെയ്യാൻ തുടങ്ങിയതെന്നൊക്കെ എൻ്റെ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിരിക്കും അദ്ദേഹം ചെയ്യുന്ന നാടകരംഗങ്ങള്, നാടകം കുട്ടികൾ ചിൽഡ്രൻസ് തിയേറ്റർ പണ്ടേ പുള്ളി ചെയ്യുമായിരുന്നു. പക്ഷെ വലിയ അടുപ്പവും ഈ പറഞ്ഞ സഹോദര ബന്ധം ഇവരൊക്കെ തമ്മിൽ വേണുചേട്ടൻ അതാണ് മറ്റൊരാള്. ക്യാമറ വേണു എന്നുള്ളത് ഇടയ്ക്കൊക്കെ മുറിഞ്ഞു പോകുമ്പോ പോലും പത്മരാജൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ അങ്ങ് പലപ്പോഴും അബദ്ധം പറ്റും. അത് വേണുചേട്ടൻ ആയിരിക്കും നമ്മൾ ആലോചിക്കും. ടച്ച് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അച്ഛൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിലൊരു ഇൻസിഡന്റ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ് കണ്ണൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഈ 3-ാം പക്കത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്കാണ്. ഫൈനൽ ക്ലൈമാക്സ് എടുക്കുന്ന സമയത്ത് ഇവർ നിൽക്കുന്ന ഈ സാധനം അങ്ങ് ഇത് പോയി, പിന്നെ കയറ് കെട്ടിയിരുന്ന ഒരു പ്ലാങ്ക് ഉണ്ടാക്കിയിട്ട് ഇത് പൊളിയുകയും ഇത് കയറ് പോയി. അതായത് ഉൾക്കടലിലോട്ടങ്ങ് പോവാണ്. പിന്നെ ഏതൊക്കെയോ മുക്കുവന്മാർ പിന്നെ വന്ന് മറ്റേ ബോട്ടിൽ കയറ്റി രക്ഷപ്പെടുകയായിരുന്നു. അപ്പോൾ തിരിച്ചിവിടെ വരുമ്പോഴത്തേക്കും അച്ഛനാകെ ഭ്രാന്തായിട്ട് നിൽക്കുന്നു. വേണുചേട്ടൻ പറയുന്നു അപ്പം എന്തോ കയ്യോ കാലോ മറ്റോ പുള്ളിയുടെ മുറിഞ്ഞു തട്ടിയിട്ട്. അപ്പോൾ ആ അവിടെ വന്ന് പറഞ്ഞാൽ കുറേ ചീത്തയൊക്കെ പറഞ്ഞു. എന്തിന് ഷൂട്ടിംഗ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് ക്യാൻസൽ ചെയ്തു. അപ്പോൾ പറഞ്ഞു പുള്ളിക്ക് പ്രശ്നമൊന്നുമില്ല, വേണുചേട്ടൻ ഒരു ഡെയർ ഡെവിൾ പാർട്ടിയാണല്ലോ. അപ്പോൾ പറഞ്ഞു മുറിവ് ഡ്രസ്സ് ചെയ്യണം എന്ന് പറഞ്ഞു. അതൊന്നും കുഴപ്പമൊന്നുമില്ല, അതൊന്നും പറഞ്ഞു പറ്റില്ല, വാ ഞാൻ അപ്പോഴേ വിളിച്ചുകൊണ്ട് നേരെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ തമിഴ്നാട് ഭാഗത്താണ്, തക്കല സൈഡാണ്. ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളി ഇത് കഴിഞ്ഞ് എല്ലാവരും പറഞ്ഞു വേണ്ട ഇന്ന് പാക്കപ്പ്. അത് കഴിഞ്ഞ് അച്ഛനും വേണുചേട്ടനും കൂടെ കയറിയ അംബാസഡർ ഡ്രൈവറെടുത്ത് പറഞ്ഞു നേരെ കടലിലോട്ട് പോകാം, കടൽ തീരത്ത് ഈ ബീച്ച് സന്ധ്യ സമയമാണ്. അവിടെ ഒന്ന് വേണുചേട്ടനെ കൊണ്ട് നിർത്തിയിട്ട് അച്ഛൻ നേരെ കടലിൽ നോക്കി തൊഴുതു എന്നാണ്. അതേപോലെ തന്നെ മോഹൻലാല്, പത്മരാജൻ സിനിമകൾ എന്ന് പറഞ്ഞാൽ വേറെ എല്ലാവരുമായിട്ട് ഹിറ്റ് ഉണ്ടെങ്കിലും ലാലേട്ടന് പലപ്പോഴും പറഞ്ഞ എൻ്റെ ഒരു ചേട്ടനെ പോലെ ആയിരുന്നു എന്നുള്ളതാണ്. എനിക്കൊന്ന് ഇവർ രണ്ടുപേരിലും കുസൃതി ഉണ്ടായിരുന്നു, ഭയങ്കര കുസൃതി, അച്ഛനും ഭയങ്കര മിസ്ചീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യത്തിൽ ലാലേട്ടനൊരു ഇത് തോന്നിക്കാണാം. കാരണം ഇവർ സ്ഥിരമായിട്ട് ഈ മുന്തിരിത്തോപ്പിൻ്റെ സമയത്ത് വേണുചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഷൂട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ആ ലോറി എടുത്തുകൊണ്ട് പോകും. ഈ ടാങ്കർ ലോറിക്ക് ഒരു പേരിട്ടുണ്ട്, മണി. പലരും പല തമാശകൾ പറയുന്നുണ്ട്. കാരണം അതിൻ്റെ മണി, അതിൻ്റെ പ്രൊഡ്യൂസറിൻ്റെ പേര് മണി മല്യത്തെന്നാണ്. അദ്ദേഹം ഒരിക്കലും സെറ്റിൽ വരില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസിന് വേണ്ടിയിട്ടൊരു പേരാണ് ഇത്. മണി ഇവിടെ കിടപ്പുണ്ട്, മണി ഓടിച്ചുകൊണ്ടാണ് നേരെ ഈ മൈസൂർ പാലസിൽ ഇവർ. അപ്പം വണ്ടി ഓടിച്ചു, ലാലേട്ടനാണ് വണ്ടി ഓടിക്കുന്നത്, അച്ഛനും വേണുചേട്ടനും കൂടെ കയറും. അപ്പോൾ അവിടെ പോയി ഇവർ ചെറുതായിട്ടൊക്കെ ഒന്ന് കൂടുകയും ബില്ലിയാർഡ്സ് കളിക്കും, രാത്രി പോയി ബില്ലിയാർഡ്സ് കളിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കുസൃതികൾ ഒരുപാട്. അതുപോലെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ജഗതി NK ആചാരി പ്രോമിനൻ്റായിട്ട് ചെയ്ത ഏക പടം ദേശാടന കിളികരയാണ്. അത് അതിൻ്റെ അകത്ത് ഒരു റിട്ടയർഡ് ഒരു ആർമി ഓഫീസർ ക്യാരക്ടറുണ്ട്. എന്റെ ഫോട്ടോ എടുക്കുന്ന എല്ലാ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സും അത് തന്നെ പറയാറുണ്ട്. അപ്പോൾ അന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ 60-ാം വയസ്സ്, ഷഷ്ടി പൂർത്തി നടക്കുന്ന. ഇദ്ദേഹം ആരുടെ പറഞ്ഞിട്ടില്ല, കാരണം ചെലവ് ചെയ്യാൻ പറയും പുള്ളി. ആ കാര്യത്തിൽ പണ്ട് മറ്റേ വാച്ച് കൊടുക്കാത്ത ആളാണ്, അത് ആരത്തും മിണ്ടിയിട്ടില്ല. അപ്പോൾ ഇത് അമ്പിളിച്ചേട്ടനെ ഒറ്റ വിളിച്ചാണ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത് പപ്പയുടെ 60-ാം വയസ്സാണ്, പുള്ളി മിണ്ടിയിട്ടില്ല. അപ്പോൾ അന്ന് ഇത് എൻ്റെ അടുത്ത് പൂജപ്പ രാധാകൃഷ്ണനൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഇവർ രാത്രി ഒരു 10 മണി കഴിഞ്ഞ് ഇദ്ദേഹം നേരത്തെ കഞ്ഞിയൊക്കെ കുടിച്ച് നേരത്തെ കയറി കിടന്നു. അച്ഛൻ തന്നെ എല്ലാവരെയും വിളിച്ച്
പൂജപ്പുര രാധാകൃഷ്ണൻ ഇവരെല്ലാം കൂടെ മറ്റേ പാത്രത്തിലൊക്കെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ചെന്ന് വാതിൽ ഇദ്ദേഹം പേടിച്ചു പോയി. ചെന്ന് വാതിൽ ഭയങ്കര ബഹളമൊക്കെ വെച്ച് തുറക്കുന്നു. അവിടെ ഭയങ്കര പിന്നെ ഒരു ബർത്ത്ഡേ ബാഷാണ് അവിടെ. പുള്ളിയെ ഇവരങ്ങ് സെലിബ്രേറ്റ് ചെയ്യണം. അതിൻ്റെ ഒരു പടമൊക്കെ ഇവർ മൂന്നുപേരും കൂടെ ഇരിക്കുന്ന പടമൊക്കെ ഉണ്ട്. അച്ഛനും ലാലേട്ടനും ജഗദീഷ് സാറും കൂടെ ഇരിക്കുന്ന ഒരു പടമൊക്കെ ഉണ്ട്. അന്ന് രാത്രി ഫുൾ ആഘോഷമായിരുന്നു. അപ്പോൾ ഈ ഇത്തരം കുസൃതികൾ ഭയങ്കരമായിട്ട് അച്ഛൻ എൻജോയ് ചെയ്യുക, അതിൽ ഭാഗഭാക്കാകുകയും അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇവർ തമ്മിലുള്ള ഒരു വേവ് ലെങ്ത് കറക്റ്റായത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ തീർച്ചയായിട്ടും എല്ലാവർക്കും ഗുണം ഉണ്ടാകുമായിരുന്നു. പക്ഷെ അത് ലാലേട്ടൻ കൂടുതൽ എനിക്കൊന്ന് അച്ഛൻ്റെ കഥാപാത്രങ്ങളും ഇപ്പോൾ MTക്ക് മമ്മൂട്ടി എന്ന് പറഞ്ഞ പോലെ ആ പ്ലേഫുൾനെസ്സും ആ ഫ്ലാംബോയൻസും ഒക്കെ വന്ന അതിഗംഭീര കഥാപാത്രങ്ങൾ ഉണ്ടാകുമായിരുന്നു. അത് ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെ പേഴ്സണൽ നഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്.